ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരന്മാരെ, ഇത് ജമാഅത്ത് ഇസ്ലാമിന്റെ മദ്രസ ബുക്കാണ്. മദ്രസയിൽ പഠിപ്പിച്ച പുസ്തകമാണ്. ഈ എന്താണ് ഇതാരാ പ്രസിദ്ധീകരിച്ചത്? ജമാഅത്ത് ഇസ്ലാമിയുടെ മദ്രസ പഠിപ്പിക്കുന്ന മജ്ലിസു തഅലീമിൽ ഇസ്ലാമി കേരള കാലിക്കൂത്ത് കേരള ഇസ്ലാമത വിദ്യാ സമിതി കോഴിക്കോട് പന്ത്രണ്ടില്ല. അപ്പൊ അവരുടെ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ബുക്ക്. ഇതെന്താ കുട്ടികളെ പഠിപ്പിക്കുന്നത്? മഖബറ പഠിക്കണോ? ഇതിൽ കാര്യമായിട്ട് ഭാഗം 2 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ പഠിപ്പിക്കുന്ന അറിയോ? സുന്നിയുടെ മഖബറ പോയിട്ട് 4ാം തരത്തിലെ ഭാഗം 2 ഇസ്ലാം മതാനുഷ്ഠാനങ്ങൾ. ഇതിനെന്താ പറയുന്നത്? 59-60 പേജിൽ എന്താ പറയുന്നത്? കുട്ടികളെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കാണ്. മുസ്ലിമീങ്ങളുടെ തല്ലുണ്ടാക്കാൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പഠിപ്പിക്കണം കേട്ടോ. അവിശ്വാസികൾ ഭിന്നങ്ങളെ പറ്റി വിശ്വസിക്കുന്ന പോലെ അറിവില്ലാത്ത പാമരന്മാർ ഖബറുകളെ പറ്റി വിശ്വസിക്കുകയും അവർ അതിന് മഹത്വം കൽപ്പിക്കുകയും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അതിന് കഴിവുണ്ടെന്ന് ധരിക്കുകയും ചെയ്യുന്നു. ഖബറിന് ഉപകാരം ചെയ്യാൻ കഴിവുണ്ട് നമ്മൾ അറിഞ്ഞു വിചാരിക്കുമ്പോൾ ഖബറിനെ നമ്മൾ വെട്ടിയുണ്ടാക്കുന്നവര് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതിന് നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയോ? ഖബറിന് ഉപകാരം ചെയ്യാൻ കഴിയുന്നത് നമ്മളാരും വിശ്വസിക്കാറില്ല. വെറുതെ പറയുന്ന കള്ളത്തരം പറയുന്നത്. അതേസമയത്ത് മഹാത്മാക്കൾ അവർക്ക് അല്ലാഹു തന്നെ കഴിവ് കൊടുക്കുന്നുണ്ട്. ഖബർ ഉപകാരം ചെയ്യും നമ്മളാരും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് വെറുതെ പറയാൻ. പിന്നെ അടിമകൾ അവരുടെ രക്ഷിതാവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അതിനോട് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹിനോട് ചോദിക്കേണ്ട ചില സംഗതി, പിന്നെ ഈ വേറെ ചിലരോട് ചോദിക്കേണ്ട വേറൊരു സംഗതി. ഇങ്ങനെ സംഗതികളെ രണ്ടാക്കിയിരിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഖീദ. എന്നിട്ട് പിന്നെയും പറയാണ് അതിനോട് ഖബറിനോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? എല്ലാവരും ഖബറിനോട് ചോദിക്കാറുണ്ടോ? ഈ മൈക്കിനോട് ആരെങ്കിലും പ്രസംഗിക്കാറുണ്ടോ? മൈക്കിനോട് പ്രസംഗിക്കാറുണ്ടോ? സ്റ്റേജിനോട് ആരെങ്കിലും വർത്താനം പറയാറുണ്ടോ? ഖബറിനോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ വെറുതെ കുട്ടികൾ 4ാം ക്ലാസ്സിനെ പേപ്പിക്കാനേ ഖബറിനോടാണ് നമ്മൾ ചോദിക്കുന്നതെന്ന് പറയും. ഞങ്ങൾ ഖബറിനോട് ചോദിക്കാറില്ല. മൗദൂദിയോട് ചോദിക്കാറുണ്ടോ? എനിക്കറിയില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർ ഖബറിനോട് ചോദിക്കാറുണ്ടോ? നമുക്കറിയില്ല. ഞങ്ങൾ ഖബറിനോട് ചോദിക്കാറില്ല. ഞങ്ങൾ ആരോടാ ചോദിക്കാറ്? ഞങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു. പിന്നെ അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കുന്നു. അമ്പിയാക്കൾ ഔലിയാക്കളാ ഖബറ്? അമ്പിയാക്കൾ ഔലിയാക്കൾ താമസിക്കുന്ന വീടാ ഖബറ്, അല്ലാതെ അത് അവരല്ല. കൂടി മനസ്സിലായില്ലേ? വീട് ഏതാണ്? വീട്ടുകാരൻ ഏതാണ്? മനസ്സിലായില്ല? എനിക്ക് കേട്ടോളൂ. പിന്നെ അതിന് ശേഷം എന്താ പറയുന്നത്? അതിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നു. ഇതൊക്കെ വലിയ തെറ്റും കുറ്റവുമാണ്. റസൂൽ കരീം പറയുന്നത് കാണുക, ലാ തുസദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ മസ്ജിദി ഹാദാ വൽ മസ്ജിദിൽ ഹറാം വൽ മസ്ജിദിൽ അഖ്സ. മൗദൂദിന്റെ ബുക്കൊന്നെടുത്ത് വായിക്കൂടായോ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക്? അയാളല്ലേ പറഞ്ഞത് ഇബ്നു തൈമിയ്യ ഈ ഹദീസിൽ പറഞ്ഞ അർത്ഥം തെറ്റാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്തിനോട് യാത്ര ചെയ്തുകൂടാൻ ഇബ്നു തൈമിയ്യ പറഞ്ഞ അബദ്ധമാണ് എന്ന് മൗദൂദി പറഞ്ഞിട്ടില്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരെ? മൗലാന മൗദൂദി എന്ന് നിങ്ങളുടെ ബുക്കിൽ തന്നെ ഇല്ലേ? പക്ഷേ 4ാം ക്ലാസ്സിലെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഹദീസ് കൊടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പള്ളികൾക്ക് പ്രത്യേകതയുണ്ടെന്ന നിലക്ക് പോകാൻ 3 പള്ളിയേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ പള്ളിയും തുല്യമാണ്. അതെ, അതൊന്ന് മസ്ജിദുൽ ഹറാമും ഒന്ന് മസ്ജിദുൽ നബവിയും ഒന്ന് മസ്ജിദുൽ അഖ്സയുമാണ്. അതിനെ പള്ളി എന്ന നിലക്ക് പ്രത്യേകത കൂടുതലുള്ളതുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് ഹദീസ് വിരുദ്ധമല്ല എന്ന് ലോകത്തുള്ള എല്ലാ ഇമാമികളും പറഞ്ഞില്ലേ? ഇമാം ഗസാലി റഹിമഹുല്ലാഹി പറഞ്ഞില്ലേ? മൗദൂദി വരെ പറഞ്ഞില്ലേ അത്? എന്നിട്ട് 4ാം ക്ലാസ്സിലെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിക്കാർ ഹദീസ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത് കേട്ടോളൂ. അപ്പോൾ മേൽ പറഞ്ഞവയല്ലാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം പൊളിച്ചു നീക്കേണ്ട പൈശാചിക മന്ദിരങ്ങളാണെന്ന് വ്യക്തം. മദീനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാറത്തിലേക്ക് പോകുന്നവരില്ലേ? അജ്മീറിൽ പോകുന്നവരില്ലേ? അതേ സുബ്ഹാനല്ലാഹ് മസ്ജിദ്, അതേ സഹാബത്തിന്റെ മഖ്ബറകളിലേക്ക് പോകുന്നവരില്ലേ? സാഫിയുടെ മഖ്ബറയിലേക്ക് പോകുന്നവരില്ലേ? മുഹീദ്ദീൻ ശൈഖിന്റെ മഖ്ബറയിൽ പോകുന്നവരില്ലേ? മമ്പറത്ത് പോകുന്നവരില്ലേ? പുത്തമ്പള്ളിയിൽ പോകുന്നവരില്ലേ? അതെല്ലാം പൈശാചിക മന്ദിരങ്ങളാണ്. 4ാം ക്ലാസ്സിലെ മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചതാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെ തെറ്റിദ്ധരിക്കും. നാളെ ജമാഅത്തുകാർ വരും, 4ാം ക്ലാസ്സിൽ ഇയാളെ മദ്രസ പഠിപ്പിന്റെ ബുക്ക് നോക്ക്. അച്ഛ കള്ളം പറഞ്ഞേ കണ്ടോ? നാളെ 4ാം ക്ലാസ്സിലെ മദ്രസയിലെ ബുക്ക് നോക്ക്. അയാൾ പറഞ്ഞ ഇതിലുണ്ടോ എന്ന് ചോദിക്കും. മക്കളെ, അത് പുതിയ ബുക്കാണ്, അത് പുതിയ പുസ്തകമാണ്. ഞാൻ പറയുന്നത് എന്റെ കയ്യിലുള്ള KP ബാപ്പു താനൂർ എഴുതി ഇസ്ലാം മതാനുഷ്ഠാനങ്ങൾ 2ാം ഭാഗം 4ാം തരത്തിലെ
ജമാഅത്ത് ഇസ്ലാമി മദ്രസയെ പഠിപ്പിക്കാൻ വേണ്ടി അച്ചടിച്ചത്. അതിന് ഉറുപ്പിയ 2 ഉറുപ്പിയ വില. ഇനി 978 നവംബറിൽ അച്ചടിച്ചത് ഈ ബുക്കാണ് വായിച്ചത്. അപ്പൊ നമ്മളെ മഹാന്മാരെ മഖ്ബറയൊക്കെ പൈശാചിക മന്ദിരങ്ങൾ, പിശാചിന്റെ കേന്ദ്രങ്ങൾ, അതൊക്കെ പൊളിച്ചിരിക്കേണ്ട കേന്ദ്രങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിനെ മദ്രസ പഠിപ്പിച്ച ആശയമാണ്. വിശദീകരിക്കാൻ കഴിയുമോ? സഹോദരന്മാരെ, ഇവരാണ് തേച്ച കുപ്പായിട്ട് ചെത്തായിട്ട് വരുന്നത്. സുന്നികളവർക്ക് ഞങ്ങൾ ഭിന്നിപ്പിനൊന്നുമില്ലല്ലോ. ഞങ്ങൾ സക്കാത്ത് വെച്ചിട്ട് സാധുക്കൊക്കെ എല്ലാം കൊടുക്കുന്ന നല്ല മനുഷ്യന്മാരാണ്. സക്കാത്ത് പിരിച്ചിട്ട് സാധുക്കളെ തട്ടാൻ കൊണ്ട് നടക്കുന്ന നല്ല മനുഷ്യന്മാരാണ്. എന്നാ സഹോദര, തീർന്നില്ല. ഈ മഖ്ബറകള് മഹാന്മാരെ കൊണ്ടും മറ്റുമുള്ള കളി കൊണ്ട് തീർന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ലോകത്തിന്റെ മുഴുവനും നേതാവായി മനസ്സിലാക്കുമ്പോൾ, ലോകത്ത് തുല്യതയില്ലാത്ത വ്യക്തിയായി മനസ്സിലാക്കുമ്പോൾ, എന്തിനധികം പറയണം, തർക്കമില്ലാത്ത ഗ്രന്ഥമല്ലേ സഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നീ ലസ്തു മിസ്ലക്കും എന്ന ഹദീസ് ബുഖാരിയിൽ തന്നെ കാണാം. ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല, എനിക്ക് തുല്യനായി ഒരാളുമില്ല. ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവുകൊണ്ട് അവിടുന്ന് തന്നെ പറഞ്ഞതാണ്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം, അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കൂ ഉമ്മമാരെ, ചെറുപ്പക്കാരെ. മുഹമ്മദ് നബി മറ്റു മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. മുഹമ്മദ് നബി മറ്റു മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. പോരാ, ഇനിയും കേട്ടോളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. അത് നേരാട്ടോ. അതിലൊരു കുറച്ച് നേരുണ്ടാവും, അതിന്റെ ഇടക്കാ കളവ് പറയും. അത് നേരാണ്. അതിന്റെ ശേഷം പറയും. രണ്ടാമത് പറയുന്നു, സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് സാധാരണ മനുഷ്യന് ജനിക്കുമ്പോഴാണ് പറയും. സുബ്ഹാനല്ലാഹ്, എല്ലാ കുട്ടികൾക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോ എന്തെല്ലാം ഗോപുരങ്ങളാ ഉരുണ്ടു വീണത്, എന്തെല്ലാം അത്ഭുതങ്ങളാ ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ KC അബ്ദുള്ള പോലെ ജനിച്ചപ്പോ എന്താ ഉണ്ടായത്? അമ്മിക്കുട്ടി ഉരുണ്ടു വീണിനോ? എന്നിട്ട് പറയാണ്, സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. വളർന്നു വല്ലാതെ അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? സാധാരണ മനുഷ്യരെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅത. ഇത് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിന്റെ വാദമല്ല, മുസ്ലിമീങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാണ്. എന്താ പറയുന്നത്? ഇന്നി ലഅരിഫു ഹജറൻ, നിശ്ചയമായും എനിക്കറിയാം ഒരു കല്ല്, കാന യുസല്ലിമു അലയ്യ, ആ കല്ലെനിക്ക് സലാം പറയാറുണ്ട് സഹാബികളെ. ഖബ്ല അൻ നുബഅത, എനിക്ക് നബുവത്ത് കിട്ടി രംഗത്ത് വരുന്നതിന് മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് എന്നെ കാണുമ്പോ കല്ല് സലാം പറയാറുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസൊന്നും ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മളെ പോലെയാണ് മുഹമ്മദ് നബി എന്ന് പറയാൻ പറ്റൂലല്ലോ. എനിക്ക് കേട്ടോളൂ, ഇനിയും എത്ര സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ശരീഫിന്റെ കല്ലെടുത്തുകൊണ്ട് പോകുമ്പോ മറ്റുള്ളവരെല്ലാം തുണിയഴിച്ചിട്ട് കല്ല് വെക്കുമ്പോ ചുമല് വേദനിക്കാതിരിക്കാൻ വേണ്ടി തുണിയഴിച്ചിട്ട് അതാ കല്ലിന്റെ ചുവട വെക്കുകയാണ്. തെരുവ വെക്കാന്ന് പറയും ഞങ്ങളുടെ നാട്ടില്, തെരപ്പ് വെക്കാന്ന് പറയും വേറെ നാട്ടില്. ഇവിടെ എന്താ പറയാ? തെരുവാണ്. അങ്ങനെ സ്വന്തം തുണിയഴിച്ചിട്ട് ഓരോരുത്തരും തെരുവ വെക്കാണ്. അന്നത്തെ സംസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരനാണ്, നബുവത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടുന്ന് തുണിയഴിച്ച് വെക്കുന്നില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് മോനെ ചുമല് വേദനയാകുമെന്ന് പറഞ്ഞ് തുണിയഴിക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് ബോധരഹിതരായി വീഴുന്നു. അതാ ഉടനെ തന്നെ
മറക്കുന്ന സമയത്ത് ബോധം തെളിഞ്ഞു കിട്ടുന്നു. അവിടുത്തെ കുട്ടിക്കാലത്തുള്ള ജീവിതം സാധാരണ മനുഷ്യനെ പോലെ അല്ല, വ്യത്യസ്തം തന്നെ. ബുഖാരിയിലുള്ള ഹദീസല്ലേ, പക്ഷെ മൗലവിമാരും സ്വീകരിക്കാൻ തയ്യാറില്ല. എനിക്കൊത്തോളൂ വീണ്ടും പറയാണ്, മുൻ പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ അവധി എത്തിയപ്പോൾ സാധാരണ മനുഷ്യർ മരണപ്പെടുന്ന പോലെ അദ്ദേഹവും മരണപ്പെട്ടു. എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പ്രബോധനം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അവധി എത്തിയപ്പോൾ സാധാരണ മനുഷ്യർ മരണപ്പെടുന്ന പോലെ അദ്ദേഹവും മരണപ്പെട്ടു. ഇതാണ് ജമാഅത്ത് ഇസ്ലാമി. ഇത് ഇസ്ലാമിന്റെ ആശയമാണോ? ഇത് ഈമാനാണോ? സഹോദരന്മാർ, കുഫറല്ലേ ഇത്? ശരിയായ കുഫറല്ലേ? നന്ദികേടല്ലേ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കലല്ലേ ഇത്? ഇതിന് വല്ല തെളിവുണ്ടോ? നേരെ മറിച്ചല്ലേ തെളിവുള്ളത്. ബുഖാരി മരിച്ചു. ബുഖാരി മരിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ ആലോചിച്ചോ മുസ്ലിമേ, ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ ചിന്തിച്ചോ. അസ്രായീൽ അലൈഹിസ്സലാം, എവിടെയാ പേര്? മുജാഹിദിന്റെ അൽമനാറിലുണ്ട് കേട്ടോ. എന്നിപ്പോ പറയാൻ നേരല്ല. എന്താണ് മലക്കുൽ മൗത്ത് വരുന്നു? മലക്കുൽ മൗത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ പറയുന്നത്? നബിയെ, അമ്പിയാക്കളെ റൂഹി സാധാരണക്കാരെ റൂഹി പിടിക്കും പോലെ പിടിക്കാനൊന്നും പറ്റൂല. പിടിക്കുന്നതിന് മുമ്പ് സമ്മതം ചോദിക്കണം. അതേ മലക്കുൽ മൗത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, സമയമായിട്ടുണ്ട്, ആത്മാവ് പിടിക്കുന്നതിന് സമ്മതമുണ്ടോ? മാമിൻ നബിയിൽ ഏത് നബിയാണെങ്കിലും അവർക്ക് ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അവസരം കൊടുക്കും. വഫാത്തിനെ തെരഞ്ഞെടുത്താൽ അവരെ മരിപ്പിക്കും. അമ്പിയാക്കളെ സാധാരണക്കാരെ പോലെയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിനയത്തോടെ വന്ന് സമ്മതം ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണേണ്ടവരെ മുഴുവനും കാണുന്നു, പറയേണ്ടതെല്ലാം പറയുന്നു. എല്ലാം നിർവഹിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ് മരണത്തെ തെരഞ്ഞെടുത്തപ്പോൾ അതാ റൂഹ് പിടിക്കുന്നു. അതിനു മുമ്പ് അതാ തൊടാൻ അധികാരമില്ല. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഈമാനുള്ള ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് വേദനയില്ലേ? ചോദിക്കട്ടെ, ഒരുപാട് പാർട്ടിക്കാരില്ലേ നമ്മളെ രാജ്യത്ത്? എത്ര കോൺഗ്രസുകാരുണ്ട്, എത്ര ലീഗുകാരുണ്ട്, എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എത്ര ജനതാ പാർട്ടിക്കാരുണ്ട്, എന്തെല്ലാം പാർട്ടിക്കാരുണ്ട്? ചോദിക്കട്ടെ, നിങ്ങളെ നേതാക്കന്മാരെ നിസ്സാരപ്പെടുത്തിയാൽ പാർട്ടിക്കാരാ നിനക്ക് വലിയ വികാരമല്ലേ? എന്നാൽ ഈമാനുള്ള മോമിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ചോദിക്കട്ടെ, ഒരു മുസ്ലിം ലീഗുകാരന്റെ വീട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരനതാ ഇറച്ചി കൊണ്ടുവരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനതാ പണം കൊണ്ടുവരുന്നു. എന്തിനാണ്? ലീഗിന് രാജിവെച്ച് കമ്മ്യൂണിസത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെ, കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിലേക്ക് അതാ ലീഗുകാരൻ ഇറച്ചി കൊടുത്തേക്കൊന്നു. എന്തിനാണ്? അവന്റെ പാർട്ടി മാറ്റാനാണ്. എന്നാൽ ഇവരല്ലേ ഇന്നലെ എന്റെ നേതാവിനെ കുറ്റം പറഞ്ഞ ലീഗുകാരൻ ചിന്തിക്കുകയാണ്, ഇന്നലെ ഇവരല്ലേ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ കുറ്റം പറഞ്ഞത്, ഇവരല്ലേ കുഞ്ഞാലിക്കുട്ടിയെ ചീത്ത പറഞ്ഞത്. മറ്റോ ചിന്തിക്കുകയാണ്, ഇവരല്ലേ അതാ രവിനെ ചീത്ത പറഞ്ഞത്, ഇവരല്ലേ ആന്റണീനെ ചീത്ത പറഞ്ഞത്, ഇവരല്ലേ കരുണാകരനെ ചീത്ത പറഞ്ഞത്. മറ്റവൻ ചിന്തിക്കുകയാണ്, അതാ ഇവരല്ലേ EMSനെ കുറ്റം പറഞ്ഞത്, ഇവനല്ലേ അതാ മുഖ്യമന്ത്രിനെ കുറ്റം പറഞ്ഞത്. ഇവന്റെ ഇറച്ചി വേണ്ടാന്ന് പറയുന്നവരില്ലേ, ഇവന്റെ പണം വേണ്ടാന്ന് പറയുന്നവരില്ലേ, അവരവന്റെ പാർട്ടിയിലെ നേതാക്കന്മാരോട് എന്തൊരു ബഹുമാനമാണ്. എന്നാ മനുഷ്യ, ഈമാനുള്ള മനുഷ്യ, ഖബറിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. അതേ, ഖിയാമത്ത് നാളിൽ ആരും സഹായിക്കാറില്ലാത്ത സമയത്ത്, ആരും ഏറ്റെടുക്കാറില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ശുപാർശ പറയണേ നബിയേ എന്ന് പറയുമ്പോ അതിന്റെ അവകാശി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നേതാവ്
ആ ലോകത്തിന്റെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മമാരെ നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ ആലോചിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യന്മാർ മരിക്കും പോലെ മരിച്ചു എന്ന് പറയുന്ന ജമാഅത്തുകാരൻ ഉദ്ഹിയ്യത്തിന്റെ ഇറച്ചിയാണെന്നും പറഞ്ഞിട്ട് സക്കാത്തിന്റെ പണമാണെന്നും പറഞ്ഞിട്ട് നിന്റെ ഈമാൻ കത്തെടുക്കാൻ വേണ്ടി നിന്നെയും അവന്റെ ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സാധാരണ മനുഷ്യരെ പോലെ മരിച്ചു എന്ന് പറയുന്ന കക്ഷികൾ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീട്ടിന്റെ പടികട കണ്ട എന്ന് പറയാനുള്ള ഈമാൻ, എന്റെ വീട്ടിന്റെ പടികട കണ്ട നീ എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറത്തെ കുടി ശവകുടീരമെന്ന് പറഞ്ഞവരല്ലേ? നീ അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യരെ പോലെ മരിച്ചു എന്ന് പറഞ്ഞവരല്ലേ? സാധാരണ മനുഷ്യരെ പോലെ വളർന്നു എന്ന് പറഞ്ഞവരല്ലേ? ജമാഅത്തുകാരാ, നീ എന്റെ പടികട കണ്ടാന്ന് പറയാനുള്ള ഈമാൻ വേണ്ടേ മുസ്ലിമേ? ഈമാനോടെ മരിക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണണ്ടേ? അവിടുത്തെ ശഫാഅത്ത് കിട്ടണ്ടേ? ദുനിയാവിലുള്ള കാപ്പിച്ചക്ക് എന്ത് വിലയാണ്? ഇവിടെയുള്ള മാംസത്തിന് എന്ത് വിലയാണ്? ഇവിടെ തൈക്ക് എന്ത് വിലയാണ്? ഇവിടെ പട്ടിണി കിടന്ന് മരിച്ചാൽ ആ റസൂലുള്ളാഹിന്റെ പുറത്തുണ്ടാകണ്ടേ? അവിടുത്തെ ശഫാഅത്ത് ലഭിക്കണ്ടേ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് ഇത് പ്രസ്ഥാനം? ഇനി നിങ്ങൾ നോക്കൂ, ഇതുകൊണ്ട് കഴിഞ്ഞോ? ജമാഅത്ത് ഇസ്ലാമിക്കാരനുള്ള അരിശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അരിശം, സാധാരണ മനുഷ്യൻ മരിക്കുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്രബോധനം വീണ്ടും എഴുതുന്നു. 987 ജനുവരി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എഴുതുന്നത്? കേട്ടോളൂ. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജഡങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്നാ പറയാൻ പോകുന്നത്. കേട്ടോളൂ, അതിന്റെ ന്യായം പറയാം. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജഡങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. തീർന്നില്ല, കേട്ടോളൂ. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിൽ സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചു എന്നതിന്റെ തെളിവാ പറയുന്നത്. എന്നാ പിന്നെ പുറത്ത് തന്നെ വെച്ചാ പോരായിരുന്നോ? നശിക്കൂലെങ്കിലും ജീർണിക്കാനല്ലേ മണ്ണിക്കൊണ്ടുപോയി മറവ് ചെയ്തത് എന്നാ ചോദിക്കുന്നത്. ഓ മുസ്ലിമേ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്ന ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന്, ഒരു മുഅ്മിനിന്റെ പേനയിൽ നിന്ന് ഇങ്ങനെ ഒരു വാചകം വരുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്നത് കണ്ടോ? നിസ്സാരപ്പെടുത്തുന്നത് കണ്ടോ? ഈമാൻ തകർക്കുന്നത് കണ്ടോ? തീർന്നില്ല. മൗദൂദി എന്ന് എഴുതിയ പുസ്തകം നേരത്തെ ഞാൻ വായിച്ചില്ലേ? അതെ, ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ആ പുസ്തകവും ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ മൗദൂദി തന്നെ എന്താ പറയുന്നത്? മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അമ്പിയാക്കൾ മഹാകുറ്റം ചെയ്തു എന്നാണ്. തെറ്റ് ചെയ്യാത്തത് ആരാണ്? സിദ്ദീഖ് ഹസനാണോ? തെറ്റ് ചെയ്യാത്തത് ആരാണ്? മൗദൂദിയാണോ? തെറ്റ് ചെയ്യാത്തതാണ് KC അബ്ദുള്ള മൗലവിയാണോ? TK അബ്ദുള്ള മൗലവിയാണോ? ചോദിക്കട്ടെ, മുസ്ലിമികളായ ഞങ്ങള് മൂസാ നബി മഹാകുറ്റം ചെയ്തു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിങ്ങൾ IPH പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിന്റെ 21-22 പേജിലുണ്ടല്ലോ. നിഷേധിക്കാമോ? ഇങ്ങനെ അമ്പിയാക്കൾ തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതേ മൗദൂദി തന്നെ എഴുതിയ ഇസ്ലാം മതം എന്ന പുസ്തകമാണ് എന്റെ കയ്യിൽ. ഇതിൽ അയാൾ പറയുന്നുണ്ട്, അമ്പിയാക്കളെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഒരു ചെറിയ ന്യൂനത പോലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല.
എന്താ അങ്ങനെ പറഞ്ഞത്? സുഖമില്ലാത്തോണ്ട് ഒരു ബുക്കിൽ പറയുന്നു ഈ ബുക്ക് പറയുന്നു ചെറിയ ഉണ്ടായില്ല. ഇവർ സമ്മേളനം നടത്തുന്നുണ്ട്, സക്കാത്ത് സമ്മേളനം ഇവർ ആശുപത്രിയിലാക്കുന്നുണ്ട്. ഒരു ബുക്കിൽ അങ്ങനെ, ഒരു ബുക്കിൽ ഇങ്ങനെ. എന്നാ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം പാടില്ലെന്ന് പ്രബോധനം. എന്നാൽ മൗദൂദിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടലോ അത് പുണ്യകർമ്മം. എന്താണ് ലോകം? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് മൗദൂദിയുടെ അനുസ്മരണം? അത് മുജമാഅത്ത് ഇസ്ലാമിക്കാര് ജോറായിട്ട് കൊണ്ടാടാണ്. അത് വലിയ പ്രതിഫലം കിട്ടുന്ന അമല് തന്നെ. അതേസമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ അനുസ്മരിച്ചാലോ സിർഫ് തന്നെ, ബിദ്അത്ത് തന്നെ. കേട്ടോളൂ, മൗദൂദി അനുസ്മരണ സമ്മേളനം ന്യൂഡൽഹി സയ്യിദ് അബുൽ അല മൗദൂദിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മൗദൂദി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് അനുസ്മരണ സമ്മേളനം നടത്തി. ആ മൗദൂദിന്റെ 100ാം ജന്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തിയാൽ സുന്നത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം നടത്തിയാൽ ബിദ്അത്ത്. കാരണം റസൂലുള്ളാഹിനെ നേതാവായി അംഗീകരിച്ചില്ല. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അല്ലാഹുവിന്റെ റസൂൽ തുടങ്ങിയ മഹാന്മാരെ കൊണ്ട് ചെയ്തതാണ്. ഇനിയുണ്ട് ഇടക്കിടക്ക് അമ്പിയാക്കളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതാണ്. 983 ഏപ്രിലെ ഈ പ്രബോധനത്തിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, തീർന്നില്ല. എന്നാൽ അള്ളാഹിനെ പറ്റി എന്താ പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമി അള്ളാഹിനെ പറ്റി എന്താ വിശ്വസിക്കുന്നത്? ഇതാ ശൈഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ബുക്ക്, ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് വിവർത്തനം ചെയ്ത അത്തൗഹീദ് എന്ന ബുക്ക് 124ാമത്തെ പേജിൽ കാണാം. എന്തായത്? അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. അള്ളാഹ്ക്ക് 2 കൈ. വലത്തെ കൈയിൽ ആകാശവും പിടിച്ച്, ഇടത്തെ കയ്യിൽ ഭൂമിയും പിടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ആകാശം ഭൂമിയൊക്കെ അള്ള മറിച്ചോ? അള്ള മറിച്ചതാണ്. ഖൽഖസ്സമാവാതിവൽ അർള. ആകാശം ഭൂമിയൊക്കെ അള്ള മറിച്ചതാണ്. അപ്പൊ ഈ അള്ള മറിച്ച ഒരാകാശം അള്ളാന്റെ വലത്തെ കയ്യിലും പിടിച്ച്, ഇടത്തെ കയ്യിൽ ഭൂമിയും പിടിച്ചു. അപ്പൊ പണ്ട് അള്ളാന്റെ കൈ ഇങ്ങനെ കാലിയേറ്റ് കിടക്കേനു. ഇത് പടച്ചപ്പോഴാക്കിയത് അള്ള കയ്യിൽ ഇത് കെട്ടിട്ട് പിടിച്ചത്. അങ്ങനെ അള്ളാഹ് അവയവങ്ങളുണ്ടെന്ന വാദം തീർന്നില്ല. അള്ളാഹുവിന്റെ ആകാശത്തേക്കാൾ അള്ളാഹുവിന്റെ കസേരക്കുള്ള മഹത്വം അള്ള ഒരു കസേരന്നലി. പിന്നെയോ പിന്നെ പറയുന്നത് അള്ളാഹു സിംഹാസനത്തിന് മുകളിലാണ്, അള്ള മുകളില് മൗലവിച്ചോടെ. അള്ളാഹ്ക്ക് സ്ഥലം, പാദം. ഇങ്ങനെ വിശ്വസിച്ച കാഫിറാവുന്ന 952 അൽമനാറിൽ മുജാഹിദികൾ പറഞ്ഞത്. ഇപ്പൊ അവരും പറയുന്നത് ഇത് തന്നെ. എന്ത്? അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, സ്ഥലമുണ്ട്, മുകളിലുണ്ട്, കയറലുണ്ട്, അങ്ങനുണ്ട് എന്നപ്പൊ പറയുന്നത്. നമ്മളെ ഇടമുട്ടത്തൊന്ന് കുട്ടിയ മൗലവി ഉണ്ടല്ലോ, മുജാഹിദിന്റെ മൗലവി. നേരില്ല, എനിക്ക് പലതും കാണിച്ചു തരാണ്ടായി ഈ കമ്പ്യൂട്ടറിൽ. നേരെ എന്നെ കാണിച്ചു തരാല്ല, രസമുള്ള ചില സംഗതി ഉണ്ട്. അത് നേരെ എന്നെ കാണിച്ചു തരാം, ഇതുവരെ കാണിക്കാത്ത. അപ്പോ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബുക്ക് ആ മൗലവിന്റെതാ. മൂപ്പരെന്താ പറയുന്നത്? മൂപ്പര് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും 2 ഉണ്ട്. വലത്തെ കൈ ആകാശവും ഇടത്തെ കൈയിൽ ഭൂമിയും പിടിച്ചിരിക്കുകയാണ്. ഇവരെ മദ്രസയിലെ ബുക്കിൽ പറയുന്നത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന് കരുതണോ? ഇങ്ങനെ അള്ളാന്റെ ഇടത്തെ കയ്യിലാ ഭൂമിയുള്ളൂ. ആ ഭൂമിയിൽ ഒരു സ്ഥലത്താണ് നിൽക്കുന്ന ആളല്ലോ. അയാൾ എന്താ കരുതണ്ടെന്ന് അറിയോ? അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താ കരുതണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാ മൗദൂദി പറഞ്ഞത്. ആധുനിക വിദ്യാഭ്യാസമുള്ള ആളുകളെ സംശയം ഉണ്ടാക്കുന്നതും നീക്കാനും മുമ്പിലത്തെ പഴയ കിതാബിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയ ഞാൻ ഉണ്ടാക്കുകയാണ്. ഭയങ്കര സംശയം നീക്കലായിരിക്കും. ഇടത്തെ കയ്യിലുള്ള ആകാശം പിടിക്കുക, എന്നിട്ട് അതിൽ നിൽക്കുന്ന ആൾ മുന്നിലാന്ന് കരുതുക, എന്നിട്ട് നിസ്കരിക്കുക. എല്ലാ സംശയവും തീർന്നു ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ. എന്നാൽ പിന്നെന്താ പറയുന്നത്? പിന്നെ അള്ളാഹ് 1ാം ആകാശത്തിലേക്ക് രാത്രിയാവുമ്പോ ഇറങ്ങുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു, അമേരിക്കയിൽ രാത്രിയാകുമ്പോ ഇറങ്ങല്ല, ഇന്ത്യയിൽ രാത്രിയാകുമ്പോ എപ്പോഴാണ് ഇറങ്ങാൻ? അതാരും ഒരല്ലല്ലേ ഉള്ളൂ. രാത്രി തോന്നുന്ന 2 സ്ഥലത്ത് 2 പേർക്കല്ലേ വരുന്നത്. അതൊക്കെ ശാസ്ത്രീയമായി ജമാഅത്ത് ഇസ്ലാമിയുടെ സാഹിത്യങ്ങളാണ്. ഇരിക്കട്ടെ, എന്നാ പറഞ്ഞു വരുന്നത് അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുമ്പോ നമ്മളെ സക്കരിയ സലാഹി പറയുന്നു, ഇല്ലില്ല, 2 കൈയുണ്ട് ശരിയാണ്, പക്ഷെ അത് ബലത്തും എടുത്തുമല്ല. പിന്നെ അള്ളാഹ്ക്ക് ബലത്തിൻ്റെ 2 കൈ, ഇടത്ത് തീരെ കൈയില്ല. അതാണ് ഇത്. മുജാഹിദ് ഒക്കെ എന്റെ സീഡിയിലുണ്ട്, കുട്ടോട്ട് സീഡിയുണ്ട്, ഇതുകൊണ്ടെല്ലാം ഉണ്ട്. അൽമനാറൊക്കെ കൊടുത്തു. ഇത് കണ്ടോ, അള്ളാഹുവിന്റെ 2 കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് ഇടത്തെ കൈയില്ല, ബലത്ത് 2 കൈ. ബലത്ത് 2 കൈ, ഇടത്തെ കൈ അള്ളാഹ്ക്കില്ല. അപ്പൊ കുട്ടോട്ടിൽ ഒരാൾ ചോദിച്ചു, അള്ളാഹ് വികലാംഗനാണോ?
ഇന്നാലില്ല. ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് എന്ന് വിചാരിച്ചിട്ട് അത് പോയിക്കൊണ്ടാക്കിച്ചിട്ട് പറയുന്നത്. അത് ഇസ്ലാമാണെന്ന് വിചാരിച്ച പോകാൻ പോണ്ട. അതിനത് പറയുന്നു അള്ളാഹുവിനുള്ള വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസം. എല്ലാ വിശ്വാസത്തിലും പിഴച്ച് ജമാഅത്ത് ഇസ്ലാമി വലിയ സമ്മേളനം ചേർന്നു. മാതൃഭൂമി 983 ഫെബ്രുവരി ഒരു 10-22 കൊല്ലം മുമ്പുള്ളതാ. ജമാഅത്ത് ഇസ്ലാമിന്റെ വലിയ സമ്മേളനത്തിന്റെ ഫോട്ടോയാണ്. ജമാഅത്ത് ഇസ്ലാമി ദേവത്തുടകളിൽ ജമാഅത്ത് ഇസ്ലാമി കേരള സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അഖിലേന്ത്യാ അമീർ മൗലാന അബുൽ നസീർ ഇസ്ലാഹി നദവി പ്രസംഗിക്കുന്നു. 83 മാതൃഭൂമിയാണ്. ചെറുപ്പക്കാരും കുട്ടികളും വികാരികളൊക്കെ മുമ്പ് ഒരുപാട് പ്രസംഗിച്ചതാണ്. ഇപ്പൊ ഏതായാലും ഒരു സീഡി ഏതായാലും ഇങ്ങനെ ഒന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇറക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടോളി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിലെന്താ പറയുന്നത്? ജമാഅത്തിന്റെ ദൈവം മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ ദൈവമല്ല. ജമാഅത്തിന്റെ ദൈവം മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ ദൈവമല്ല, പ്രപഞ്ചത്തിന്റെ അതിനായകനാണ്. അപ്പൊ മുസ്ലിമിലേക്ക് പ്രപഞ്ചത്തിന്റെ അതിനായകനല്ലാത്തൊരു ദൈവമുണ്ടോ? ഇവരത് മുസ്ലിമികളെ ദൈവമല്ല. സുബ്ഹാനല്ലാഹ് പറഞ്ഞത് ശരിയാണ്. കാരണം മുസ്ലിമിലേക്ക് 2 കൈ വലത്തുയർത്തും 2 കൈയിൽ അവയവങ്ങളുള്ള ദൈവമില്ല. അവര് പറഞ്ഞത് ശരിയാണ്. ഇവരെ ദൈവം വേറൊന്നാണ്. അത് വളരെ ശരിയാണ്. പക്ഷേ പ്രപഞ്ചത്തിന്റെ അതിനായകനായ റബ്ബ് അത് നിങ്ങളെ പറഞ്ഞവനല്ല കേട്ടോ. അത് ഞങ്ങൾ പറയുന്ന അള്ളയാണ് കേട്ടോ. ഇരു സഹോദരന്മാരെ, അങ്ങനെ വിശ്വാസരംഗം മുഴുവനും തകർത്ത ഈ കക്ഷികള് കർമ്മരംഗത്തിന്റെ കാര്യം പിന്നെ ഞാൻ പറയണോ? അത് പറഞ്ഞാൽ നേരം പെടുത്താൻ തീരൂല. ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഒരു സാമ്പിൾ മാത്രം 1-2 കാണിക്കുന്നു. ഇതെന്താണ്? 954 സെപ്റ്റംബർ എന്താ പറയുന്നത്? ഒന്ന് കൊടുക്കുമ്പോ ചെരുപ്പുമ്പോ തടിയാ മതി. മുസ്ലിമികളെ നിൽക്കാനും പാർച്ചിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടികളെ കണ്ടെടുക്കലും മൗലവിമാര് ഇമാമികളെ വിട്ടിട്ട് പുതിയ ജിത്തിയാദിലെ കേട്ടോളി. ഷൂ ധരിച്ചവർ ചെയ്യുമ്പോൾ ഷൂവിന്മേൽ വെള്ളം കൊണ്ട് തടവിയാൽ മതിയാവും. ഷൂവിന് പകരം സ്റ്റോക്കിൻസിൽ തടവിയാലും കുഴപ്പമില്ല. ചെരുപ്പ് മാത്രം ധരിച്ചവർക്ക് വേണമെങ്കിൽ ചെരുപ്പിൽ തടവിയാലും ഒന്ന് പൂർത്തിയാക്കാം. അപ്പൊ നമ്മൾ ചെരുപ്പ് ചവിട്ടിയിട്ട് പോകുന്ന ആൾക്കാര് ചെരുപ്പ് പുറന്നൊക്കെ തടകി വെച്ചാൽ മതി, കാലി കഴിയണമെന്നില്ല. അതിനെന്താ മുല്ലാരെ തെളിവ്? അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ പറഞ്ഞതായതുകൊണ്ട് തന്നെ അതിന് ഖുർആനിൽ തെളിവില്ല മുസ്ലിമീങ്ങളെ. അതുപോലെ ഹദീസിൽ തെളിവില്ല മുസ്ലിമീങ്ങളെ. അത് ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ നിന്ന് മൗലവിമാരുണ്ടാക്കിയ മതമാണ്, പ്രബോധനമാണ് വായിച്ചത്. 954 സെപ്റ്റംബർ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്. പറഞ്ഞാലുണ്ടോ തീരുന്നു. ഞാൻ 1-2 ഉദാഹരണം കൂടി കർമ്മരംഗത്ത് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കാൻ. എന്താണ് നിസ്കാരം ഇങ്ങനെ ബാത്തിലാക്കിയല്ലോ, വേറെ നിസ്കാരം ബാത്തിങ്ങനെ ഒരുപാട് പരിപാടി പറഞ്ഞിട്ടുണ്ട്. ഇനി നോമ്പാണെടുക്കുന്നത്. നോമ്പിനെ കുറിച്ച് എന്താ പറയുന്നത്? പ്രബോധനം 970 സെപ്റ്റംബർ കേട്ടോളൂ. ചോദ്യം: നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹി വാങ്ങി കേട്ടാലും അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ? നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹി വാങ്ങി കേട്ടാലും അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ? ഉത്തരം: നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ വാങ്ങി കേട്ടാൽ അതിൽ നിന്ന് തന്റെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല. അപ്പൊ നോമ്പ് സമയത്ത് സുബഹിന്റെ വാങ്ങി കേട്ടാൽ ആവശ്യം തിന്നിട്ട് പാത്രം വെച്ചാൽ മതി. പിടിക്കുമ്പോൾ വലിയ പാത്രം പിടിച്ചോളി, എന്നാ 9:30 മണി വരെ എത്തുന്ന. അങ്ങനെ നോമ്പും ബാത്തിലാക്കാൻ, നിസ്കാരം ബാത്തിലാക്കി നോമ്പ് ബാത്തിലാക്കാൻ. ഇനി എന്നാ വേണ്ടത്? ഇനി സക്കാത്ത് ബാത്തിലാക്കണം. അതിനെന്താ പരിപാടി? അതിന് ജമാഅത്ത് ഇസ്ലാമിന്റെ ഭരണഘടനയെ തന്നെ പറയുന്നത് ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് ജമാഅത്തിന്റെ പ്രാദേശിക ബൈത്തുൽ മാലിൽ അടക്കുന്നതാണ്. ജമാഅത്ത് അംഗങ്ങളുടെ സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് അമീർ അനുയോജ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതാണ്. സഹോദരന്മാരെ, ഭരണഘടന വായിച്ചത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ സക്കാത്തിന്റെ വ്യവസ്ഥ അള്ളാഹ് ഉണ്ടാക്കിയ അവർ സ്വീകരിക്കൂല, റസൂലുള്ളാഹ് ഉണ്ടാക്കിയ വ്യവസ്ഥ സ്വീകരിക്കൂല. അത് അമീർ ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ്. അങ്ങനെ സക്കാത്തും ബാത്തിലാക്കി മുസ്ലിമീങ്ങളെ ഇസ്ലാം തകരാൻ എന്തൊക്കെയാ വേണ്ടത് മുഴുവനും ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാർ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കേട്ടോളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നോട്ടീസ് കിട്ടി. സക്കാത്ത് സെൽ ഗാന്ധിക്കുന്നു. അയ്യോ, കണ്ണാട്ടിപ്പടിയിലെ എങ്ങനെ 664 ഇവിടെ ഒരു സക്കാത്ത് സെൽ.
സക്കാത്ത് ബാത്തിലാക്കണല്ലോ. ഇതെവിടുന്നാണ്? ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചു പോയ സുന്നികളാരെങ്കിലും ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാണോ? നിങ്ങളുടെ സക്കാത്ത് സെല്ലിൽ കുടുങ്ങിയിട്ടുണ്ടോ? അറിയാതെ പെട്ടതാണെങ്കിൽ ഇന്ന് തന്നെ തൗബ ചെയ്തോ, ഇന്ന് തന്നെ രാജിവെച്ചോ. നിങ്ങൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തണ്ട. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഒരു കുതന്ത്രമാണ് സക്കാത്ത് സെൽ. അവർക്കതിൽ വിശ്വാസമില്ല, അവരത് അംഗീകരിക്കുന്നില്ല. പക്ഷേ അവര് ജനങ്ങളുടെ പണം തട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച ശ്രമമാണ്, പരിപാടിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഓരോന്നും തെളിവ് പറയും. തെളിവില്ലാതെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്നതിനും ഓരോന്നിനും ഞാൻ തെളിവ് പറയും. കേട്ടോളൂ. ആദ്യമായി വായിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വിശേഷാൽ പതിപ്പ്, ശരീഅത്ത് പതിപ്പ്. ആ ശരീഅത്ത് പതിപ്പ് പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമി തന്നെ പറയുന്നു. എന്താ പറയുന്നത്? സക്കാത്ത് ഭരണകൂടം മാത്രമേ സംഭരിച്ച് വിതരണം ചെയ്യാൻ പാടുള്ളൂ. കമ്മിറ്റി അങ്ങനെ സംഭരിച്ച് വിതരണം ചെയ്യാൻ പാടില്ല. ഏതുപോലെ ഇസ്ലാമിക ഭരണാധികാരികൾ കട്ടവന്റെ കൈമുറിക്കലും വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലലും അതുപോലെ തന്നെ പ്രതികാര കൊലനടത്തലൊക്കില്ലേ, അതൊക്കെ ഭരണാധികാരികൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് സക്കാത്തും ഭരണാധികാരികൾക്ക് മാത്രമേ സംഭരിക്കാൻ പറ്റുള്ളൂ എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം ശരീഅത്ത് പതിപ്പ്. ഇനിയിപ്പോ അതിന്റെ ആയത്തൊരു ഞാൻ ഓതണ്ടല്ലോ, അവരെന്നെ പറഞ്ഞു വായിച്ചാൽ അതിന്റെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം അത് കേട്ടോളെ. ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന, ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഖുർആൻ വിശ്വസിക്കാത്ത ഒരാളും സക്കാത്ത് സെല്ലിൽ ഉണ്ടാവില്ലല്ലോ. ഖുർആനിലുള്ള സംഗതിയാണ്. ഒരു മൗലവിന്റെ സ്വന്തം മക പറയല്ല. മൗലവി പറയുന്ന ഖുർആനിൽ കാണുന്ന സംഗതി മൗലവി പറയാണ്, സിദ്ദീഖ് ഹസൻ പറയാണ്, മൗലവി പറയാണ്. എന്താ പറയുന്നത്? ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. കേട്ടോളി. സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, പലിശ സംബന്ധിച്ച നിയമങ്ങൾ, പ്രതിക്രിയാ വിധികൾ, മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ മോഷണത്തിനുള്ള ശിക്ഷ, വ്യഭിചാരിക്കുള്ള ശിക്ഷ, അതുപോലെ പലിശ സംബന്ധിച്ച നിയമം, പ്രതിക്രിയാ വിധികൾ, അതുപോലെ സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, ഇത് ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് ഖുർആനിൽ ഉണ്ടെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 1984 നവംബർ ശരീഅത്ത് പതിപ്പ് പേജ് 24 എഴുതി വെച്ചതാണ് സക്കാത്ത് സെല്ലുകാരൻ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, സക്കാത്ത് സെല്ലുണ്ടാക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സക്കാത്ത് സെല്ലുണ്ടാക്കിയിട്ട് ആൾക്കാരോട് സക്കാത്ത് വിരിക്കുകയാണ്. ഇവിടെ കിട്ടിയ നോട്ടീസ് നോക്കാം. സക്കാത്ത് സെൽ ഗാന്ധിക്കുന്ന് യോഗാടിപ്പടി എങ്ങന 624 സുദി ബിസ്മിയെല്ലാം ചൊല്ലിയിട്ട് ഇതിലെന്താ പറയുന്നത് കേട്ടോളി. ആദ്യം തന്നെ കള്ളത്തരം പറഞ്ഞോളി. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ് സക്കാത്ത്. അത് നേരാണേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമ്പത്തിന്റെ ശുദ്ധീകരണം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഇസ്ലാം വിഭാവനം ചെയ്ത സക്കാത്ത് നിർഭാഗ്യവശാൽ ഇന്ന് യാതനാ നിർമ്മാണത്തിന് നിമിത്തമായി മാറിയിരിക്കുന്നു. ഇസ്ലാമിന്റെ സക്കാത്ത് യാതന നിർമ്മിക്കാനുള്ളതായി മാറിപ്പോയി പോലും. അതെങ്ങനെ മാറുക? മുതലാളിമാര് അവരെ സക്കാത്ത് സാധുക്കൾക്ക് കൊടുത്താൽ യാതന നിർമ്മിക്കാമോ? കള്ളത്തിനെ പറഞ്ഞത് എന്നാ കേട്ടോളി. ബാക്കി കേട്ടോളി. നിമിത്തമായി മാറിയിരിക്കുന്നു സക്കാത്ത്. ഇനി അടുത്ത വാരകാരസോ, സക്കാത്ത് ധനികന്റെ ഔദാര്യമല്ല, ദരിദ്രന്റെ അവകാശമാണ്. പിടിയവിടെ ഇങ്ങനെയാണ് കളവ് പറഞ്ഞ പെട്ടുക. മൗലവി എന്താ പറഞ്ഞു? സക്കാത്ത് ധനികന്റെ ഔദാര്യമല്ല, ദരിദ്രന്റെ അവകാശമാണ്. അവകാശം വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ തന്നെ യാചനയാവോ? മൗലവിമാർ പറയണ മറുപടി, അവകാശം വാങ്ങാൻ ഒരാൾ അപ്പുറം പോയി, അങ്ങോട്ട് പോയി, യാചന എന്ന് പറയോ? ഈ വേങ്ങര കുറേ ബിൽഡിംഗ് ഉണ്ട് മുതലാളിക്ക്, അതിന്റെ വാടക വാങ്ങാൻ വേണ്ടി അയാൾ കെട്ടുപോയി, അയാൾ അവകാശം. അത് വാങ്ങാൻ വേണ്ടി അങ്ങൊന്നു എന്റെ പേര് യാചന. അവകാശം വാങ്ങാൻ പോയാൽ യാചനയാവുന്നു. എവിടെയാണ് മൗലവിമാരെ പറഞ്ഞത്? അവകാശം വാങ്ങാൻ പോയാൽ യാചനയാ. അപ്പൊ സക്കാത്തിന്റെ അവകാശികളായ പാവപ്പെട്ടവർ പണക്കാരെടുക്കൽ സക്കാത്തിന് വേണ്ടി വന്നാൽ തന്നെ യാചനയല്ല. കാരണം അത് അവകാശം
വാങ്ങാൻ വന്നതാ. അവകാശം വാങ്ങലെന്ന് യാതനയായിരുന്നു. മലയാളം അറിയില്ല, അറബി അറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസും അറിയില്ല, അറിയില്ല. അല്ലേ അല്ലേ പറ, അവകാശം വാങ്ങൽ യാതനയാ? അവകാശാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഖുർആനിലല്ലേ ഹഖ്ഖുൽ ലിസാഇലി വൽ മഹ്റൂം അല്ലേ? അത് അവകാശമാ. അപ്പൊ സകാത്ത് അവകാശമാ. അവകാശം ചോദിച്ചു വാങ്ങൽ ഒരിക്കലും തന്നെ യാചനയല്ല. യാചന എന്ന് പറയുന്നത് അവകാശമില്ലാത്തത് ചോദിച്ചു വാങ്ങലാണ്. വാടക വാങ്ങൽ യാചനയാണോ മൗലവിമാരെ? മറുപടി പറയണം നിങ്ങൾ. കടം വാങ്ങിയ സംഖ്യ തിരിച്ചു ചോദിക്കൽ യാചനയാണോ? അവകാശം ചോദിക്കൽ യാചനയാണോ? എവിടെന്നാണ് നിങ്ങൾ പഠിച്ചത്? എന്നിട്ട് മുസ്ലിമീങ്ങളെ മുഴുവനും നിസ്സാരപ്പെടുത്തി. നമ്മളെ മുൻഗാമികളായ ആലിമീങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് പഠിപ്പിച്ചത് മുഴുവനും നിസ്സാരപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്? കിതാബിൽ ഒന്നിലല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ലാ ഉഹിബ്ബു ലിവാഹിദിൻ മിനന്നാസി അയ്യുവല്ലിയ സക്കാത്ത മാലിഹി ഗൈറഹു. അവനവന്റെ സക്കാത്ത് വേറൊരുത്തരെ ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ നോട്ടീസിന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? വക്കീലു സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര്, ഒരു വ്യക്തിന്റെ പേരായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ശാഫി ഇമാം റഹ്മഹുല്ലാഹ് അവിടുന്ന് പറയുന്ന അവനവന്റെ സക്കാത്ത് മറ്റൊരാളെ ബലമേൽപ്പിക്കുന്നത്, ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? അവരത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദി സക്കാത്ത് കൊടുക്കേണ്ടവനാണല്ലോ. അതുകൊണ്ട് നിന്റെ ആഹാരം രക്ഷപ്പെടുത്താൻ വേണ്ടി നീയല്ലേ ശ്രമിക്കേണ്ടത്. അത് നീ വേറൊരുത്തരെ ഏൽപ്പിച്ചിട്ട് അവരെന്തെങ്കിലും കൈകാര്യം ചെയ്താൽ നീ പടച്ചവന്റെ അടുക്കൽ സക്കാത്ത് കൊടുക്കാത്തവനാണ് ഈ കുടുങ്ങിയല്ലോ. ശാഫി ഇമാം റഹിമഹുല്ലാഹ് പറയുമ്പോ ഈ ഗാന്ധിക്കുന്നിൽ ഇറങ്ങിയൊരു നോട്ടീസ് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗാന്ധിക്കുന്നിൽ ഇങ്ങനെ ഈ പിഴച്ച ആശയം വന്നു? വലിച്ചെറിയണേ മുസ്ലിമീങ്ങളെ. ഈ ആശയം സുന്നത്ത് ജമാഅത്തിന്റേതല്ല, ശാഫി ഇമാമിന്റേതല്ല, ഇമാമിങ്ങളുടേതല്ല. ഇനി നിങ്ങൾ ഇതിന്റെ കണക്കൊന്നു നോക്കൂ. ഞാനെന്തിന് ഇത്രയൊക്കെ പറഞ്ഞ കണക്ക് നോക്കി അതിന്റെ തിരിയുള്ളത് ശരിയല്ല. കണക്കോട്ടെ. കഴിഞ്ഞ വർഷം താങ്കൾ നൽകിയ RS ഡേഷ് ഉൾപ്പെടെ 73,795 രൂപയാണ് സക്കാത്ത് ഇനത്തിൽ ലഭിച്ചത്. വിശദമായ കണക്കുകൾ താഴെ. ഇതിന്റെ കണക്കൊന്ന് കേട്ടോളി. ഗാന്ധിക്കുന്നിലെ കണക്ക് കേട്ടോളെ. വരവ് തീരുമാനിക്കപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി മുൻ വർഷം നീക്കിവെച്ചത് 17,904. അങ്ങനെ സക്കാത്തിന്റെ കമ്മിറ്റിയിൽ കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലത്തേക്ക് നീക്കി വെച്ചത് പോലും അങ്ങനെ നീക്കി വെക്കാൻ പറ്റുമോ? ഫത്വയിൽ ഒരു മുത്താലിബിയെ അറിയില്ലേ? സക്കാത്തിന് അർഹതപ്പെട്ടവർ രാജ്യത്തുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കൊടുത്തോളണം. അത് പിന്നേക്ക് നീക്കി വെക്കൽ ഹറാമാണ്. അപ്പൊ തന്നെ അവകാശികളുണ്ടോ കൊടുത്തോളണം. അപ്പൊ ഒന്നാമത്തെ കണക്ക് തന്നെ ഹറാമാണ്. കഴിഞ്ഞ കൊല്ലം സക്കാത്ത് വാങ്ങിയിട്ട് പിറ്റത്തെ കൊല്ലത്തേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ഈ കണക്ക് തന്നെ ഹറാമിന്റെ കണക്കാണ്. ഇനി രണ്ടാമത് കേട്ടോളൂ. മുൻ വർഷം നീക്കി വെച്ചത് പിന്നെന്താണ്? സക്കാത്ത് കളക്ഷൻ. അതിന്റെ കളക്ഷനാണ് സക്കാത്ത് കളക്ഷൻ. എന്നിട്ടോ 73,795. പിന്നെ കേട്ടോളെ, വീട് നിർമ്മാണം പകൽ വരവേ. വീട് നിർമ്മാണം പകൽ വരവേ. പണ്ട് ചങ്ങായി പറഞ്ഞു, എനിക്കെന്റെ ഭാര്യ തലാക്കിയെല്ലാം വേണ്ടി പിരിവ് തരണോ? തലാക്കിയെല്ലാം വേണ്ടി പിരിവ്, പെണ്ണെത്താൻ വേണ്ടി പിരിവ് തരണോന്നല്ല, പെൺകുട്ടീനെ വിവാഹം കഴിക്കാൻ വേണ്ടി പിരിവ് തരണോന്നല്ല, തലാക്കിയെല്ലാം വേണ്ടി പിരിവ് തരണോ? ഇതുപോലെ വരവിന്റെ കണക്കായി പറഞ്ഞത് വീട് നിർമ്മാണം വകയിൽ വരവേ. വീട് നിർമ്മാണം വകയിൽ സക്കാത്തിന് എന്ത് പറവാ? എന്നിട്ട് അതിൽ കൊടുത്തേണ്ടാകത്തോളി. ബ്ലോക്കിൽ നിന്ന് കിട്ടിയ വകയിൽ ഉടമസ്ഥൻ ഏൽപ്പിച്ചത് 27,400. ഇത് സക്കാത്ത. ബ്ലോക്കിൽ നിന്ന് ഉടമസ്ഥൻ 27,400 കൊടുത്താൽ അത് സക്കാത്തിന്റെ ഫണ്ടിലേക്ക് ഇങ്ങനെ വരവാക്കുക. അത് സക്കാത്ത? അത് സക്കാത്തല്ലോ. അത് സക്കാത്തല്ലാത്ത കൂടി സക്കാത്തിന്റെ വരവിലേക്ക്, ബ്ലോക്കിൽ നിന്ന് കിട്ടിയ സക്കാത്തിന്റെ വരവിലേക്ക്. പിന്നെന്താ വരവ്? ബന്ധുക്കൾ സുഹൃത്തുക്കൾ വഴി കിട്ടിയത് 21,240. ഈ ബന്ധുക്കൾ ഇവരെ കൊത്തിട്ട് കൊടുക്കണോ അങ്ങോട്ടേക്ക്? എന്തിനെങ്ങനെ കൊണ്ടുവരിക്കേണ്ട ആവശ്യം എന്താണ്? നേരെ അങ്ങോട്ടാ പോലെ ലോകമാന്യല്ലേ അത്? ആരും അറിയാണ്ട് കൊടുത്തൂടെ? ആ പാവപ്പെട്ട സാധുവിന് കുടുംബക്കാരന് എന്നാ വേറെ ആരും കൊടുക്കുന്ന ഒരു കിട്ടിയില്ലേ? ഇക്കൊടുത്ത് ആരും അറിയില്ലല്ലോ. പക്ഷേ അത് കൊണ്ടുവയ്ക്കണോ? കുടുംബക്കാരനെ
ഞാൻ ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞത് യാചനയാണ് സക്കാത്ത്? എന്നാ സ്വന്തം കുടുംബക്കാരനെ കൊണ്ട് വേറൊരു അന്യനോട് യാചിക്കാൻ നിൽക്കണോ? അന്യനോട് ഒപ്പിട്ട് വാങ്ങണോ? നിങ്ങളുടെ കുടുംബക്കാരൻ നിങ്ങളുടെ അതിനല്ലേ കുടുംബക്കാരൻ സക്കാത്ത് നിങ്ങളെന്നെ കൊടുക്കണോ എന്ന് പഠിപ്പിച്ചെന്തിനാ? അവനൊരു മനസ്സിനൊരു വിഷമമില്ലാതെ വാങ്ങാൻ വേണ്ടിയില്ലേ? എന്നിട്ട് അന്യന്റെ കൈ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുപ്പിക്കണം. ഏത് കിതാബിലായിട്ട് പറഞ്ഞു? എന്നിട്ട് കുടുംബക്കാരോട് ഇവര് വാങ്ങിയിട്ട് ഇവരുടെ വകയിൽ ഒരു കൊടുക്കല്. എന്തിനാണ് ഇതിനെ കൊണ്ടുവരുന്ന ആവശ്യം? ഒരു കേട്ടോളി. ചെലവ് ആകത്തെയും വരവ് സക്കാത്ത് വകയുള്ള വരവ് 73,795. എന്നാൽ വീട് നിർമ്മാണം വകയില് ചെലവ് 73,360. പിന്നെ കുറെ ചെലവുണ്ട്. ഇത് കിട്ടിയതാ സക്കാത്ത് വക കുട്ടികളെ ബ്ലോക്കിൽ നിന്ന് വാങ്ങിയത്, മറ്റേ കുടുംബക്കാരോട് വാങ്ങിയത്, അതൊക്കെ കൂടിക്കൊണ്ടുവച്ച് ഇതിൽ കൂട്ടിച്ചേർത്ത് ചെലവിന്റെ കണക്കൊന്ന് വായിച്ചോളി. മുൻ വർഷം ചെലവഴിച്ച സാധനങ്ങൾ ലഭിച്ചത് എന്നിവയിൽ ഉൾപ്പെട്ടിട്ടില്ല. കുടുംബ പെൻഷൻ ഒരു കുടുംബം 70,250, റമദാൻ ഈദ് കിറ്റ് 8,856, തയ്യൽ മെഷീൻ 3,300, വിദ്യാഭ്യാസ ഇതുവരെ 4 പേര് 2,793, കിണർ ചുറ്റുമതിൽ നിർമ്മാണം 1,500, പഠനോപകരണ വിതരണം 2,200, കടബാധ്യത തീർക്കാൻ ഒരാൾക്ക് 700. ഞാൻ വിചാരിച്ച് കടബാധ്യതകളും ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. 700 രൂപ. ചികിത്സാ പെൻഷൻ ഒരാൾക്ക് 700, അടിയന്തര ചികിത്സാ 3 പേർക്ക് 750, വീട് വൈദ്യുതീകരണം 750, ആരവീട് അനാഥ പഠന സഹായം 400, ഒരു എത്തിക്കുട്ടിക്ക് 400 കിട്ടി. പിന്നെന്താ കിട്ടിയത്? സ്റ്റേഷനറി ആൻഡ് പ്രിന്റിംഗ് 365. സക്കാത്തിന് ഖുർആനിൽ 8 വിഭാഗത്തിലാ പറഞ്ഞത്. അതിന് സ്റ്റേഷനറി പ്രിന്റിംഗ് ഉണ്ടോ? ഇങ്ങനെ വല്ല ഖുർആനിലുണ്ടോ? ഇങ്ങനെ ഖുർആനും സുന്നത്തും പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്? സ്റ്റേഷനറിക്കും പ്രിന്റിംഗിൽ നിങ്ങളെ നോട്ടീസ് അടിക്കാനുള്ള പൈസ മുതലാളിമാരോട് സക്കാത്തിന്റെ സംഖ്യ വാങ്ങിയിട്ട് പ്രസ് കൊടുത്താൽ, മുതലാളിമാരെ പടച്ചവന്റെ അടുക്കന്ന് നിങ്ങൾ കൈകടിച്ചില്ലേ? നിങ്ങളെ പൈസ കൊണ്ടുപോയി സാധുക്കൊക്കെ കൊടുക്കുന്നതിന് പകരം പ്രസ്സിൽ പ്രിന്റിംഗിന്റെ ചെലവ് കൊടുത്തില്ലേ? നോട്ടീസ് അടിക്കാൻ കൊടുത്തില്ലേ? ഇതാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ സക്കാത്ത് ആരെങ്കിലും ഏൽപ്പിക്കല്ല കേട്ടോ. നിങ്ങളെ സക്കാത്ത് വീടേണ്ട സ്ഥലത്ത് വീടാതെ എവിടെയെങ്കിലും ചെലവായി പോകും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കണക്ക് കേട്ടോളെ. ഏറ്റെടുത്ത വിവിധ പദ്ധതികളിലേക്ക് നീക്കിയിരിപ്പ് 24,435. ഇക്കൊല്ലം വാങ്ങിയ സക്കാത്ത് അടുത്ത കൊല്ലത്തേക്ക് നീക്കിയിരിപ്പ് കൊടുക്കാതെ ബാക്കി തിരികെ പോകും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണോ സക്കാത്ത്? ഏത് ഫിഖഹിന്റെ ഗ്രന്ഥമാണ് ഇതിന് തെളിവ്? ഏത് ഖുർആനാ തെളിവ്? ഏത് ഹദീസാ തെളിവ്? അതുകൊണ്ട് ഗാന്ധിക്കുന്നിലുള്ള മുസ്ലിമീങ്ങളോടും പറയട്ടെ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും പറയട്ടെ, ഈ സക്കാത്ത് കമ്മിറ്റി മുഴുവനും മൗദൂദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പ്രബോധനം വായിച്ചിട്ട് സാധാരണക്കാര് കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അവര് പറഞ്ഞ പോലെ ചെരുപ്പുമ്പോ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട. സക്കാത്ത് സെല്ലിൽ കൊടുക്കുന്ന സക്കാത്ത് വേണ്ട. നിങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നമ്മളെ മുൻഗാമികളില്ലേ, മലപ്പുറം ജില്ലയിലെ മമ്പർന്നങ്ങൾ കാണിച്ചൊരു ഇസ്ലാമില്ലേ, മർക്കാദ് കാണിച്ചൊരു ഇസ്ലാമില്ലേ, പാണക്കാട് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ സയ്യിദന്മാര് കാണിച്ചൊരു ഇസ്ലാമില്ലേ, മഹ്മൂദുകൾ കാണിച്ച ഇസ്ലാമില്ലേ? ആ ഇസ്ലാമിൽ വിട്ടിട്ട് ഈ ഇസ്ലാമിലേക്ക് നിങ്ങൾ ആരും ചേക്കേറേണ്ട കേട്ടോ. ഒന്നുകൂടി പറയട്ടെ, എല്ലാ രംഗവും തകർത്തു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ചെറുപ്പക്കാരി പെൺകുട്ടികൾക്കും രംഗത്തുണ്ടായിരുന്നു മൗദൂദി പറയുന്നത്. പക്ഷെ അതൊന്നും ഇവർക്ക് പറ്റൂല. ഇവർക്ക് പെണ്ണുങ്ങളെല്ലാം രംഗത്തും. പെണ്ണുങ്ങളോട് എത്രത്തോളം വേണമെന്നറിയോ? ഞാനൊരു പ്രബോധനം വായിച്ചിട്ട് എനിക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നേ. ഞാൻ വായിക്കുന്നത് സുന്നിവേഴ്സ് അല്ലേ, വായിക്കുന്ന പ്രബോധനാണ്. ശരിക്കും കേട്ടോളെ. പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പറ്റുമെന്ന് കേട്ടോളി. പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പറ്റുക കേട്ടോ. പള്ളിയിൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട സ്ത്രീ തന്നെയാണ്. പിന്നെന്തിനാണ് ഇവരെന്ന് സാധാരണ പറയും? സംഭവം ചോദിച്ചാൽ സംഭവം കൊടുക്കണോന്ന് ഹദീസിലുണ്ട്. അവരെ സ്ത്രീ തീരുമാനിച്ചാൽ പറയുന്ന സംഭവം ചോദിക്കണോ? സംഭവം നമ്മൾ കൊടുക്കണോ? അതിരിക്കട്ടെ. അതിന്റെ ശേഷം പറയാണ് പുരുഷനല്ല. അത് മഹാനായ ഇബ്നു ഹസ്മി അൽ-മുഹല്ലയിൽ വ്യക്തമാക്കിയതുപോലെ, മഹാനായ ഇബ്നു ഹസ്മി പറ്റി പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? അയാളെ പെണ്ണു ഹജ്ജാജിന്റെ വാൾ ഒരു കൊല്ലാണ്. ഹജ്ജാജിന്റെ വാളെ ആലിമികളെ കൊല്ലലാണ്. അയാളെ പെണ്ണെ ആലിമികളെ കുറ്റം പറയലാണ്. അങ്ങനത്തെ ഒരാളെ കിതാബ്
കൊടുത്തിരിക്കുന്നു. ഇബ്നു ഹസ്ം മുഹല്ലിയിൽ പറഞ്ഞതുപോലെ ആണ് കഴിയുന്നത്. ഞാൻ പറഞ്ഞു സാധാരണക്കാർ ഇവരെ പുസ്തകം വായിച്ചാൽ പോക്കും ഇവരെ സംസ്കൃതം. അത് ഇബ്നു ഹസ്ം മുഹല്ലിയിലുള്ള ആൾക്കാർക്ക് വലിയൊരു ഇമാമാണ്. എന്നാ കേട്ടോളി, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം തെഹ്ഖീഖ് പറഞ്ഞു കേട്ടോളി. പെണ്ണുകൾക്ക് എന്തെല്ലാം പറ്റും? വേണ്ടി വന്നാൽ യുദ്ധങ്ങളിലും പങ്കെടുക്കാം, സാമൂഹിക സേവനങ്ങൾ നിറവേറ്റാം, കവിത എഴുതാം, പാടാം, പാട്ട് കേൾക്കാം, കളിക്കാം, കളിക്കാണാം, പള്ളിയിൽ പോവാം. എന്തെല്ലാം പറ്റും പെണ്ണുങ്ങൾക്ക്? പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പറ്റുക? പെണ്ണുങ്ങൾക്ക് വരുന്ന കാര്യം അറിയണ്ടല്ലോ. വേണ്ടി വന്നാൽ യുദ്ധങ്ങളിലും പങ്കെടുക്കാം, പിന്നെയോ സാമൂഹിക സേവനങ്ങൾ നിറവേറ്റാം, പിന്നെ കവിത എഴുതാം, പിന്നെ പാടാം, പാട്ടു കേൾക്കാം, കളിക്കാം, കളിക്കാണാം. എന്ത് രസമുണ്ടാവും? ജമാഅത്ത് ഇസ്ലാമിക്കാർ പെണ്ണുങ്ങൾ കൊണ്ടില്ല എന്തോ കളിക്കുക, കളിക്കാണ. എന്ത് രസമുണ്ടാവും? നമ്മളെ മതത്തിൽ ഇപ്പോ എന്നാ ഇത് പ്രബോധനാണ്. ആ പ്രബോധനം, ഏത് പ്രബോധനം? 990 മാർച്ച്. എന്നാ അതും പോരാ, നിങ്ങൾക്ക് കളി കേൾക്കണോ? ശരിയായ കളി, അതല്ലേ വല്ലാത്ത കളി? സുബ്ഹാനല്ലാഹ്, എന്താണ്? ആ വ്യഭിചാരക്കളി, വ്യഭിചാരക്കളി അതൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, കേട്ടോളൂ സഹോദരന്മാരെ, നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം 1973 നവംബറിലെ പ്രബോധനത്തിൽ എന്താ പറയുന്നത്? 3 തലാഖ് ചൊല്ലിയാൽ 3 പോകും എന്നല്ലേ നമ്മൾ പറയും. അതെ, നേരാണ്, അത് നേരാണ്. 3 തലാഖ് ചൊല്ലിയാൽ 3 ബോധം ആദ്യം എടുത്ത് വായിച്ചു തരാം. കേട്ടോളേ, മതം മാറ്റുന്നതിന്റെ കോല പറയാം. ധാരാളം പ്രമുഖ സഹാബികളും താബിഉകളും 4 മദ്ഹബുകളുടെ ഇമാമുകളും അഭിപ്രായപ്പെടുന്ന പോലെ, ശരിക്കും മനസ്സിലാക്കുക, ധാരാളം പ്രമുഖ സഹാബികളും താബിഉകളും 4 മദ്ഹബുകളുടെ ഇമാമുകളും അഭിപ്രായപ്പെടുന്ന പോലെ 3 തലാഖ് 3 പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലുകയോ, 3 തലാഖ് 3 പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലുകയോ, 1 പ്രാവശ്യം 3 ഒരുമിച്ച് ചൊല്ലുകയോ, ബ്രാക്കറ്റിൽ ഞാൻ 3 തലാഖും ചൊല്ലി എന്നോ മറ്റോ പറയുകയോ ചെയ്താൽ അത് തെറ്റാണെങ്കിലും തലാഖ് 3 സംഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹാബികൾ പറഞ്ഞെങ്ങനെയാണ്? 4 മദ്ഹബ് ഇമാമികൾ പറഞ്ഞെങ്ങനെയാണ്? 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ 3 പോകും. 23 നവംബറിലാണ് ഒരു മൗലവി ഒരു ഭാര്യനെ 3 തലാഖിൽ, അതൊരു 10 കൊല്ലം കഴിഞ്ഞ് 83 3 തലാഖ് ചൊല്ലിയിട്ട് കുടുങ്ങി. ഇതാണ് ഒരാളെ എന്നെ വിളിച്ച്, ഞാൻ ദേഷ്യം പിടിച്ചപ്പോ എന്റെ ഭാര്യനെ 3 തലാഖ് ചൊല്ലി, എന്താ ആകുക ദേഷ്യം? ഞാൻ പറഞ്ഞു, ഒരാൾ ദേഷ്യം പിടിച്ചിട്ട് തീയിൽ പോയി തുള്ളി, എന്താകുക? ദേഷ്യം പിടിക്കാത്ത തുള്ളി ഉണ്ടാവും. അപ്പോ തലാഖ് തന്നെ ദേഷ്യം പിടിച്ച് കളിക്കാനുള്ളതാ. അപ്പൊ അതുപോലെ ഒരു മൗലവി എന്തോ പിടിച്ച് 3 തലാഖ് ചെല്ലിയപ്പോ കുടുങ്ങിയപ്പോ പ്രബോധനത്തിൽ ചോദ്യം വന്നു. എന്താ ചോദ്യം? 3 തലാഖിനെ പറ്റി ചോദ്യം. എന്തായാലും പറഞ്ഞു 23 നവംബറിൽ 3 തലാഖില്ല, 3 പോകും. 83 മെയ്യിലെ ചോദ്യമാണ്. കേട്ടോളി ചോദ്യം. ഒരേ സമയം 3 തലാഖും മുറിച്ചിരിക്കുന്നു എന്ന് ഒരാൾ തന്റെ ഭാര്യയ്ക്ക് എഴുതിയാൽ അത് 3 തലാഖായി തന്നെ പരിഗണിക്കേണ്ടതുണ്ടോ, അതോ ഒന്നായി പരിഗണിച്ചാൽ മതിയോ? ഉത്തരം, ഒന്നായി പരിഗണിച്ചാൽ മതിയാകും. 83 മെയ് ആകുമ്പോഴേക്ക് 3 തലാഖില്ല 1, 73 നവംബറില് 3 തലാഖില്ല 3. 83 മെയ്യില് പ്രബോധനത്തിന്റെ ഓഫീസിൽ ജിബ്രീൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം 10 കൊല്ലത്തിലേക്ക് ഇറങ്ങിയോ? മൗലവിമാരെ, ഇസ്ലാം ദീനുണ്ടായി കളിക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല, ഇത് കച്ചവടമല്ല, ഇത് കൃഷിയല്ല, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീന് കൊണ്ടാണ് ഈ മൗലവിമാർ കളിക്കുന്നത്. ഇത് ഇസ്ലാമാണോ? ഇവരെ വിശ്വസിച്ചിട്ട് നമുക്ക് പുതിയ പ്രസ്ഥാനത്തിലേക്ക് പോയാൽ ആഖിറം രക്ഷപ്പെടുമോ മുസ്ലിമേ? ഞാൻ ഇനിയും 100 സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു സങ്കടം കൂടി വായിച്ചു കേൾപ്പിക്കുന്നു, കേട്ടോളൂ. ഒരു സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമി മെല്ലെ മെല്ലെ വളർന്നു വന്നാൽ അവിടെ അവസാനമുണ്ടാകുന്ന ഗതി എന്താണ്? അതാണ് ഇനി ഞാൻ വായിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൊയ്ദ് മൗലവി സാഹിബ് എഴുതിയ ലേഖനമാണ്. കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എന്താണ് കുറ്റ്യാടി പരിവർത്തനങ്ങളിലൂടെ
കുറ്റ്യാടി പരിവർത്തനങ്ങളിലൂടെ എന്താണ് കേട്ടോളൂ. കുറ്റ്യാടി ജമാഅത്ത് പള്ളി ഖത്തീബ് ഇസ്ലാമിയ കോളേജ് അധ്യാപകൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യകാല പ്രവർത്തകൻ കൂടിയായിരുന്ന കെ മൗലവി വാണിമേൽ സ്വദേശിയാണെങ്കിലും കുറ്റ്യാടിയുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. കുറ്റ്യാടിയെ പറ്റി എഴുതുമ്പോൾ ബന്ധപ്പെട്ട ചില വ്യക്തികളും സ്ഥലങ്ങളും സ്ഥാപനങ്ങളും സ്വാഭാവികമായും പരാമർശിക്കപ്പെടും എന്ന് പറഞ്ഞ നീണ്ട ലേഖന. ആ ലേഖനത്തിൽ എന്താ അയാൾ പറയുന്നത്? കേട്ടോളി. 1950 ജമാഅത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ കുറ്റ്യാടി വാർഷികം നടന്നു. ശൈഖ് അബ്ദുള്ള സാഹിബ് തമിഴ്നാടായിരുന്നു ആ യോഗത്തിലെ മുഖ്യാതിഥി. സ്വതസിദ്ധമായ ശൈലിയുടെ ഉടമയായ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് കുറ്റ്യാടിയെ പിടിച്ചു കുലുക്കിയത്. ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനാർത്ഥം ദിവസങ്ങളോളം ഹാജി സാഹിബ് കുറ്റ്യാടിയിൽ ക്യാമ്പ് ചെയ്തു വരികയായിരുന്നു. മുഹമ്മദ് ഹാജി VP മുഹമ്മദ് ഹാജി 1940 കുറ്റ്യാടിയിൽ വന്നതാ. കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രവർത്തകനാണ് അയാൾ. പരിപാടിയാണ്. ഇതിനിടയിലാണ് അബ്ദുള്ള കുട്ടി മൗലവിയുടെ സമ്മതത്തോടുകൂടി, വായക്കാട്ടുകാരനാണ് അയാള് പണ്ട് കുഴപ്പമുണ്ടായപ്പോ കൊടുങ്ങല്ലൂരിലേക്ക് ഓടിയാടി കെ മൗലവി. ഇയാൾ വളവട്ടത്തേക്കാ ഓടിയത്. ഈ വളവട്ടത്ത് പോയി കൂടി മൗലവിയാണ് പിന്നെ കുട്ടിയാടി വന്ന് എല്ലാ ഫിറ്റിനെ ഉണ്ടാക്കിയത്. ആ മൗലവിയാണ് അബ്ദുള്ള കുട്ടി മൗലവി. അയാളെ പറ്റി പറയാം. അയാൾ ആദ്യം മുജാഹിദീൻ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയതാ. പക്ഷെ അബ്ദുള്ള കുട്ടി മൗലവിയുടെ സമ്മതത്തോടുകൂടി ജനാബ് കുറെ ആളെ പേരുണ്ട്. ഇവനെ സമീപിച്ച് കുറ്റ്യാടിയിലെ ഖുതുബ പരിഷ്കരണത്തെ സംബന്ധിച്ച് സംസാരിച്ചു. കുറ്റ്യാടിയിൽ 100 കണക്കിന് കൊല്ലം പഴക്കമുള്ള സുന്നിപ്പള്ളി ജമാഅത്ത് ഇസ്ലാമിക്കാണ് കർസേവ നടത്തി പിടിച്ചെടുക്കാൻ പോവാണ്. അത് കേട്ടോളി ആ സംഭവം. എന്താ മുഹമ്മദ് ഹാജി പറയും ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ്? നിങ്ങൾ അതിന് സന്നദ്ധരാണോ എങ്കിൽ അതിന് ഒരുങ്ങിക്കൊള്ളുക. അകപ്പള്ളി നിറയെ കാലെ കൂട്ടി അനുകൂലികളെ ഇരുത്തിയാൽ നന്ദി, സംഗതി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇതായിരുന്നു ഹാജി സാഹിബിന്റെ പ്രതികരണം. ഇനി എങ്ങനെയാ കുറ്റ്യാടിയിലെ പള്ളി ജമാഅത്തെ പിടിച്ചെടുത്ത് കേട്ടോളി. ജുമാക്ക് സമയമായി. നിങ്ങൾ വാങ്ങിയ ബുക്കുണ്ടല്ലോ, കുറ്റ്യാടി അനുഭവങ്ങൾ, അത്ഭുതം റയിലുണ്ട് ഈ സംഭവം. ജുമാക്ക് സമയമായി, പള്ളി ജനനിബിഡമായി. നേർച്ച കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അന്നത്തെ കാതിയര നീളക്കുപ്പായം ധരിച്ച് തലേക്കെട്ടണിഞ്ഞ് തൈൽസാൻ പതിച്ച് മിമ്പറിൽ കയറാനുള്ള ഒരുക്കത്തിൽ പടിഞ്ഞാറേ ചെരുവിൽ സമയം കാത്തിരിക്കുകയാണ് മൊയ്തീൻ മുസ്ലിയാർ. മൊയ്തീൻ മുസ്ലിയാർ മൂലയിൽ വെച്ച വാള് കയ്യിലെടുത്ത് കേക്കോട്ട് തിരിഞ്ഞ് 2 അടി മുമ്പോട്ട് വെച്ച് വാഴത്തലപ്പ് നിലത്ത് കുത്തി 2 കൈയും വാൾപ്പൊടിയിൽ ഒന്നിനുമേലെ ഒന്നായി വെച്ച് ഒന്ന് നിവർന്ന് നിന്ന് മാസറ വിളിക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. മുക്കരിക്ക മാസ വിളിക്കാൻ പോവാൻ. ഇപ്പൊ എന്താ ഉണ്ടായത്? ജമാഅത്ത് ഇസ്ലാമിക്കാര് എന്താ ചെയ്തേതാകല്ലേ? അപ്പോഴേക്കും ഹാജി സാഹിബ് മിമ്പറിന്റെ 3-ാം പടിയിൽ കയറി കിഴക്കോട്ട് തിരിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഉറക്കെ പറഞ്ഞ് മിമ്പറിന്റെ മുകളിലെ പടിയിൽ ഉപവിഷ്ടനായി കഴിഞ്ഞിരുന്നു. മൊയ്തീൻ മുസ്ലിയാർ ഒന്ന് ഞെട്ടി. ഞെട്ടാതിരിക്കൂ. കാതിയാര് കുത്തുപോടാൻ വേണ്ടി നീളക്കുപ്പായിട്ട് അപ്പുറം നിൽക്കുന്നുണ്ട്. മൊയ്തീൻ മുസ്ലിയാർ വാളെടുത്തിട്ട് മാസറക്കാൻ നിന്നിട്ടേ ഉള്ളൂ. അപ്പോഴല്ലേ ജമാഅത്ത് ഇസ്ലാമിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് മിമ്പറിന്റെ മുകളിൽ കരുതി പൂച്ചരിക്കും പോലെ ഇരിക്കുന്നത്. പിന്നെ മൊയ്തീൻ മുസ്ലിയാർ ഞെട്ടാതിരിക്കോ? പള്ളി പിടിച്ചെടുക്കാൻ സുന്നികളെ ആ രംഗമാണ് ഇരിക്കുന്നത് മൊയ്തീൻ മൗലവി. എന്നിട്ടോ മൊയ്തീൻ മുസ്ലിയാർ ഒന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്ക് കൊടുക്ക് എന്നൊരു കൽപ്പനയായിരുന്നു കേട്ടത്. ഒരു ജമാഅത്താരോട് കൊടുക്കുകയാണ് ബാങ്ക്. സദസ് നിശബ്ദം. മുസ്ലിയാര് കുഴപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ എഴുന്നേറ്റ് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാട്ട് തിരിച്ചു നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. കൊടുക്കണ്ട ബാങ്ക്. മുസ്ലിയാരെ പിടിച്ചോട്ട തിരിക്കലാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ കർശകയാണ്. അങ്ങനെ മുസ്ലിയാരെ പിടിച്ച് ബാങ്ക് കൊടുപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു തെങ്ങുമ്പ് കയറുന്ന തൊഴിലാളികളോട് ചോദിക്കാണ്ട് വേറെ തെങ്ങായി തെങ്ങുക്കാർ എങ്ങനെ ഉണ്ടാവും? ഒരു ചുവട്ട് തൊഴിലാളികളോട് ചോദിക്കാതെ കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു ചുവടും തൂക്കി വെക്കേണ്ട മൂല്യം വരുന്നു. ഇത് കാര്യാരും ഒരു ചെറിയൊരു ഈ കഴിഞ്ഞ ആഴ്ച കുത്തുപോകും തൊഴിലാളി അയാളോട് കാണിച്ച ഒരു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിങ്ങൾ അടുത്ത ആഴ്ച വേണ്ട പിടിച്ചെടുക്കാൻ പള്ളിയെ, സുന്നിയുടെ പള്ളിയെ. ജമാഅത്ത് ഇസ്ലാമി ഒരു നാട്ടിൽ വളർന്നാണ്ടാണ് ഗതിയായി പറയുന്നത്. അങ്ങനെ പള്ളി മുസ്ലിയാരെ പിടിച്ച് പിടിച്ചാട്ട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് കേട്ടോളൂ, തീർന്നില്ല. തുടർന്ന് കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ
ആദ്യമായി സ്വതന്ത്ര മലയാള ഖുത്ബ നടന്നു. അതിങ്ങനെ കാലേക്കുട്ടി അടിപൊളിയിൽ എത്തിയല്ലേ. അങ്ങനെ ഖുത്ബ മലയാളാക്കി പള്ളി ജമാഅത്ത് ഇസ്ലാമിയുടേതാക്കി. പിന്നെ കേട്ടോളി, മഴശ്രവണിക്കും അറബി ഖുത്ബക്കും ജനഹൃദയങ്ങളിൽ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. എന്താക്കാനാ? സാധുക്കളെ മുഴുവനും പിടിച്ച് വരിഞ്ഞ് കെട്ടി ഈ പ്രമാണിമാര് പണത്തിന്റെ ഊക്കുകൊണ്ട് സുന്നികളെ പള്ളി തട്ടിയെടുത്തു. അതുപോലെ ഇപ്പൊ തട്ടിയെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജമാഅത്തുകാർക്ക് ഭയങ്കര വിഷമുണ്ട്. ഇനി മേലെ നടക്കൂല കേട്ടോ, അത് കയറാൻ കഴിഞ്ഞു. ഇനി കേട്ടോളി സഹോദരന്മാരെ, ഇനി എന്താ പറയുന്നത്? ഖുത്ബയും ജുമയും പരിഷ്കരിക്കണമെന്ന മനസ്സിന് വളർന്നു. ഖുത്ബയും ജുമയും പരിഷ്കരിക്കേ? ശരി, അതിങ്ങനെ കൊല്ലത്ത് പരിഷ്കരിക്കാനുള്ള സാധന. അത് 1400 കൊല്ലം മുമ്പ് അല്ലാഹു പറഞ്ഞ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഇബാദത്ത് അത് പരിഷ്കരിക്കാനുള്ളതാണോ മൗലവിമാരെ? എന്നിട്ട് പറയാം, പുതിയ രൂപത്തിൽ ഖുത്ബ നടത്തുവാൻ. പുതിയ രൂപത്തിൽ ഖുത്ബ, അതാ പറഞ്ഞത് സത്യവിശ്വാസികൾ നടന്നു വന്ന വഴി വിട്ടിട്ട് പുതിയ വഴി സ്വീകരിച്ചാൽ അവര് ദുനിയാവിൽ ജീവിക്കാനൊക്കെ സൗകര്യം കിട്ടിയേക്കും. പക്ഷേ ജഹന്നമിനെ നമ്മൾ കടത്തും നബിയേ. പറയുന്നു കേട്ടോ, പുതിയ രൂപത്തിൽ ഖുത്ബ നടത്തുവാൻ യോഗ്യരായ വല്ലവരും നാട്ടിൽ വന്ന് പെട്ടാൽ അവരെ ഉപയോഗപ്പെടുത്തി തുടങ്ങി. കാരണം ഇങ്ങനത്തെ മൗലവിമാരൊന്ന് കുറവാ. എവിടെയെങ്കിലും വീണിട്ടണം മൗലവീന. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഖുത്ബ നടത്തലാ, തീർന്നില്ല. അങ്ങനെയാണ് പിന്നെ ചേരമംഗല്ലൂരും ഓരോ സ്ഥലത്തും ഇതുണ്ടായി. അവസാനം പിന്നെ പറയുന്നത് കേട്ടോളൂ, പർസേവ നമ്മളെ മക്ബറ പൊളിക്കാണ്. കുറ്റ്യാടിയിലെ മക്ബറ പൊളിക്കുന്ന സംഭവമായി ഇനി പറയുന്നത് കേട്ടോ. മൊയ്തുമൊലിയാണ് ജുമാ പരിഷ്കരണത്തിനു ശേഷം കുറ്റ്യാടിയിലെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അങ്ങാടിയിൽ നിന്ന് പള്ളിയിലേക്ക് നീങ്ങി. 1964 പള്ളിയുടെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മക്കാമ് എന്ന് വിളിക്കപ്പെടുന്ന അസാധാരണ നീളമുള്ള ഖബറ് ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കി. കുറ്റ്യാടിയിലെ ഒരു മഹാനായ സയ്യിദിന്റെ മക്ബറ പച്ചയായി ജമാഅത്ത് ഇസ്ലാമിക്കാര് പൊളിച്ചു നീക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? അധികാരമില്ലാതെ ഖബർ പൊളിക്കാൻ ചെന്നാൽ സ്വയം ഖബറിനുള്ളിൽ പോവേണ്ട ഗതികേടുണ്ടാവും. അതുകൊണ്ട് അധികാരത്തിൽ കയറണം, എന്നാലേ ഖബർ പൊളിക്കാൻ കഴിയുള്ളൂ. അതാണ് മുമ്പ് കാലത്ത് ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്യൽ ഹറാമും കുഫറും ശിർക്കുമാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ അധികാരത്തിൽ കയറാൻ വേണ്ടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാണ്. എന്തിനാണ്? ഖബർ പൊളിക്കാൻ. അധികാരമില്ലാണ്ട് വെച്ചാൽ സ്വയം ഖബറിനുള്ളിൽ പോകേണ്ട ഗതികേടുണ്ടാവും എന്ന് പ്രബോധനത്തിലുണ്ട്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, അത് SSFും SYS ഒക്കെ വളർന്നപ്പോ ഉണ്ടായ ചിന്താഗതിയാണ്. 1950 കാലത്ത് 60-60 കാലത്ത് ഇവിടെ SSF വളർന്നിട്ടില്ല, SSF രൂപീകരിച്ചിട്ടില്ല. അന്നിവിടെ SYS വളർന്നിട്ടില്ല. അന്ന് സുന്നികളെ പള്ളി തട്ടിയെടുത്ത ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ചെയ്ത ക്രൂരതയാണ് ഞാൻ വായിച്ചത്. ഇപ്പൊ നമ്മളെ സംഘടന വളർന്നപ്പോ അതുപോലെ ചെയ്യാൻ ഇപ്പൊ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോ ഇനി നല്ലത് ഭരണത്തിൽ കയറിയിട്ട് ഖബർ പൊളിക്കലാണെന്ന തീരുമാനമാണ്. അതാ പറഞ്ഞത്, സ്വയം ഖബറിനുള്ളിൽ പോകേണ്ട ഗതികേടുണ്ടാവും. അത് എഴുതാനൊരു കാരണമുണ്ട്. അതേ തലശ്ശേരി സ്റ്റേഡിയം പള്ളിന്റെ അടുത്തുള്ള 2 ഖബർ ജമാഅത്തുകാർ പൊളിച്ചപ്പോ അവിടുത്തെ SSFന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറഞ്ഞു, ആ ജമാഅത്തുകാരോട് എന്നത് മാറ്റി കെട്ടാൻ പറയണം. കെട്ടുന്നില്ലെങ്കിലോ അവരെ മേലെ ശൈത്താനെ കൊണ്ട് കെട്ടിക്കൂന്ന് പറയണം. സുബ്ഹാനല്ലാഹ്, SSFുകാർ പറഞ്ഞു, നിങ്ങൾ കെട്ടുന്നോ അല്ല കെട്ടിക്കണോ? സുബ്ഹാനല്ലാഹ്, അവരെന്നെ കെട്ടിക്കൊടുത്തു. അപ്പോഴാ പ്രബോധനത്തിൽ പിന്നെ എഴുതിയത്, സ്വയം ഖബറിനുള്ളിൽ കൊണ്ട് ഗതികേടുണ്ടാവും ഖബർ വിളിച്ചാൽ. അത് SSFും SYSും വളർന്നപ്പോണ്ടായതാണ് ആ ബോധോദയം. അതിന്റെ ശേഷം ആ ഭരണത്തിൽ കയറണമെന്ന ചിന്ത വന്നത്. പഴയ കാലത്ത് പറഞ്ഞതോ എന്താ ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശത്തിൽ പറയുന്നതാണെന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം. ഇതിലെന്താ എഴുതിയത്? ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മനാ തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊരു മാഷോ, ഒരു സിവിൽ എഞ്ചിനീയറോ, ഒരു ഡോക്ടറോ, നിങ്ങൾ ഈ
ജനാധിപത്യ രാഷ്ട്രത്തിലൊരു ഉദ്യോഗസ്ഥനാകുകയാണെങ്കിൽ ഉണ്ടാകുന്നതാ പറയുന്നത് കേട്ടോ. നിങ്ങളതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. ഇനി ഇന്ത്യ രാജ്യത്തിന്റെ കൊടി പിടിക്കുന്നതിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന പുസ്തകത്തിൽ ജമാഅത്തുകാർ എഴുതുന്നത് കേട്ടു. എന്താ എഴുതുന്നത്? നിങ്ങളതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. അങ്ങനെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കൊടി പിടിച്ചുകൂടാ, ദേശീയ പതാക പിടിച്ചുകൂടാ, ഇവിടുത്തെ ഒരു ഉദ്യോഗവും ഭരിച്ചുകൂടാ, അതേ ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്തുകൂടാ, പങ്കുവഹിച്ചുകൂടാ. അത് അല്ലാഹുവിനെതിരെയുള്ള സമരമാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അതേ അതാ വ്യക്തമായി തന്നെ പിന്നെയും പറയുന്നു, ആ വ്യവസ്ഥിതി അധികാരം വാഴുന്നെടുത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും. ഇസ്ലാം ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഇവർ ഇസ്ലാമിന് സ്വാധീനമുള്ളതിൽ ആ വ്യവസ്ഥയ്ക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. നിങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുദൂതരും ആവിഷ്കരിച്ച ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, മതേതര ഭൗതികത്വ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഈ ദേശീയ ജനായത്വത്തെ പ്രതിരോധിക്കുകയും പകരം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ മാനുഷിക പ്രാതിനിധ്യത്തിന്റെ സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഴിച്ചുകൂടാത്ത മതകർത്തവ്യം മാത്രമാകുന്നു. മതത്തിന്റെ കർത്തവ്യമാണ് ജനാധിപത്യത്തിനെതിരെ സമരം ചെയ്യൽ, യുദ്ധം ചെയ്യൽ. ജമാഅത്ത് ഇസ്ലാമിന്റെ സന്ദേശമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട ചെറുപ്പക്കാർ ഇപ്പോഴും ഭീകരവാദത്തിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകാൻ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നിൽ ജമാഅത്തുകാരാണ്. ചെറുപ്പക്കാരെ, നിങ്ങൾ സുന്നികളാണെന്ന് മനസ്സിലാക്കാൻ ചില ബാക്കവി, ചില ഫൈസി, ചില മുസ്ലിയാരെന്നൊക്കെ പേരുള്ള ചില ആളുകളെ ഭീകരവാദം ഉന്നയിക്കുന്ന സംഘടനകളുടെ തലപ്പത്തിരുത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവരുടെ കുതന്ത്രം, അതിൽ മുസ്ലിം ചെറുപ്പക്കാരാ, സുന്നി ചെറുപ്പക്കാരാ, നീ പെട്ടുപോകുന്നുണ്ട്. നീ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ പിന്നിൽ അണിനിരക്കൂ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീകൾക്കറിയാം എന്താണ് ഇവിടെ ദീനീ പ്രവർത്തനം, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് എന്താ വേണ്ടതോ, എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്, ഏത് ശൈലിയാ സ്വീകരിക്കേണ്ടത്, ഏത് നയമാ രൂപീകരിക്കേണ്ടത്, അത് പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ട് പണ്ഡിതന്മാരെ പിന്നിൽ അണിനിരന്നുകൊണ്ടോ ഈ ഭീകര പ്രസ്ഥാനത്തിലേക്ക് പെട്ടുപോകാതെ, അള്ളാഹുവിന്റെ ദീനേശിപ്പിക്കുന്ന പ്രസ്ഥാനത്തിൽ പെട്ടുപോകാതെ, അള്ളാഹുവിന്റെ റസൂലിനെയും അമ്പിയാക്കളെയും സഭങ്ങളെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പെട്ടുപോകാതെ, അവരുടെ ജാറങ്ങളെ അതാ സഭകുടീരം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പെട്ടുപോകാതെ, ഓ മുസ്ലിമേ, അള്ളാഹുവിന് കൈയുണ്ടാകുന്നുണ്ടെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പെട്ടുപോകാതെ അതിന്റെ ഈമാൻ രക്ഷിച്ചോ. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനികളൊക്കെ സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ ആഖിറാത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നിങ്ങളുടെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ബറക്കത്തിന് വേണ്ടി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് അതാ ഒരൊട്ടകം വരുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കല്ലേ, മുജാഹിദിനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാകാത്തത്? സാധാരണ മനുഷ്യരെന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഒട്ടകങ്ങൾക്കും അറിയാമല്ലോ, എല്ലാ മൃഗങ്ങൾക്കും അറിയാമല്ലോ, ഇത് സാധാരണക്കാരനല്ല, ഒരു സാധാരണ നേതാവല്ല. അതറിയാത്ത മൃഗങ്ങളില്ല, കല്ലുകളില്ല. അതേ ഒട്ടകം അവിടുത്തെ മുന്നിൽ വിനയം കാണിച്ചില്ലേ, താഴ്മ പ്രകടിപ്പിച്ചില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ഒട്ടകം വരുന്നു. വന്നിട്ടെന്തോ ഒരു ചെറിയ ശബ്ദം ശബ്ദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തെ സമാധാനിപ്പിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഒട്ടകമേ, സമാധാനിക്കൂ ഒട്ടകമേ, നീ പറഞ്ഞത് നേരാണെങ്കിൽ ഒട്ടകമേ, നിനക്ക് സത്യത്തിന്റെ ഗുണമുണ്ട്. അതേ സമയത്ത് നീ കള്ളം പറഞ്ഞ ഒട്ടകമാണെങ്കിൽ കളവിന്റെ ദോഷം നിനക്കുണ്ട്. പക്ഷേ
അല്ലാഹു ജല്ല ജലാലുഹു നമ്മളോട് അഭയം തേടിയവർക്ക് അതാ അല്ലാഹു തആല അഭയം കൊടുത്തിട്ടുണ്ട്. വലൈസ ബിഖായിബില്ലാ ഇദാ അംബിയാക്കളാകുന്ന ഞങ്ങളോട് വല്ലവരും കാവല് ചോദിച്ചാൽ, ഞങ്ങളോട് അഭയം തേടിയാൽ അവർ ഒരിക്കലും പരാജിതരല്ല. എന്നോട് കാവൽ ചോദിച്ചവർ പരാജിതരല്ല. നീ ഇപ്പോൾ വന്നത് എന്നോട് കാവൽ ചോദിച്ചുകൊണ്ടാണല്ലോ, എന്നോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ടാണല്ലോ, അതുകൊണ്ട് നിനക്ക് ഞാൻ അഭയം തന്നു. സഹാബത്ത് ചോദിക്കുന്നു, എന്താണ് നബിയെ ആ ഒട്ടകം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ബഈറുൻ, ഇതൊരൊട്ടകമാണ്. ഹമ്മാഹുലുഹു ബിറഹ്ലിഹി വഅക്ലി ലഹ്മിഹി, ഇതിനകത്തുള്ള എന്റെ മാംസം തിന്നാൻ എന്റെ ആൾക്കാർ വിചാരിച്ചു. ഫഹറബ മിൻഹും ഫസ്തഗാസ ബിനബിയിക്കും, അവിടുന്ന് ഓടി വന്നിട്ട് നിങ്ങളുടെ നബിയോട് ആ ഒട്ടകം ഇസ്തിഗാസ ചെയ്തിരിക്കുന്നു. ഒട്ടകത്തിന് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ ചെയ്യണം. അതറിയാത്ത ഈ കക്ഷികളെ ഉള്ളൂ. ശരിക്കട്ടെ സഹോദരന്മാരെ, അതെ, മൃഗങ്ങളെക്കാൾ പതിച്ചു പോയ ബുദ്ധിയില്ലാത്തവരുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇരിക്കട്ടെ, ഒട്ടകം ഇസ്തിഗാസ ചെയ്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സഹാബത്ത് പറയാടേ, ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഓടി വരുന്ന കുറച്ചാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒട്ടകം നേരെ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ അടുക്കൽ പേടിച്ച് വരക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് നിൽക്കൂലേ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമത്തിന്റെ അടുക്കൽ വന്ന് അടുത്ത് വന്നിട്ട് അത് അടുത്ത് നിൽക്കുന്ന ഒട്ടകം അവരെ കാണുമ്പോൾ പേടിച്ച് വിറക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വന്ന ആളുകൾ എന്ന് പറഞ്ഞു, നബിയെ 3 ദിവസമായി ഞങ്ങൾ ഒട്ടകം ഓടിക്കളഞ്ഞതാണ്, ഇപ്പൊ എവിടെയാ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒട്ടകം എന്നോട് കംപ്ലൈന്റ് പറഞ്ഞില്ല നിങ്ങളെ പറ്റി, മോശമായ കംപ്ലൈന്റ്. എന്താണ് നബിയെ പറഞ്ഞത്? ഒട്ടകം പറഞ്ഞത്, ആ ഒട്ടകം നിങ്ങളിൽ ചെറുപ്പത്തിലേ വളർന്നു, നിങ്ങൾ ചൂടുകാലത്ത് അതിന്റെ പുറത്ത് കയറ്റി പല സാധനവും കൊണ്ടുപോയി, ശൈത്യകാലത്ത് നിങ്ങൾ അതിന്റെ മേൽ സഞ്ചരിച്ചു, അതിന് വയസ്സായി, അതിനെ നിങ്ങൾ അതിന്റെ ഇണയുമായി ബന്ധപ്പെടുത്തി, അങ്ങനെ നിങ്ങൾക്ക് ഒട്ടകങ്ങൾ കുട്ടികളായി ഉണ്ടായി. എല്ലാം കഴിഞ്ഞിട്ട് വയസ്സായ ഈ ഒട്ടകത്തെ നിങ്ങൾ അറുത്തിട്ട് അതിനെ ഇറച്ചി തിന്നാൻ നോക്കുന്നു. അത് ഒരു നന്നായിട്ട് അധ്വാനിച്ചൊരു തൊഴിലാളിയോട് ഒരു ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിന്റെ മുതലാളി ഇങ്ങനെയാണോ ചെയ്യുന്നത്? സഹാബികളെ സമീപത്ത് വെച്ച് വന്ന കക്ഷികൾ പറയാണ്, അതേ നബിയെ എന്നാൽ ഞങ്ങളതിനെ വിൽക്കുന്നില്ല, ഞങ്ങൾ അറക്കുന്നില്ല, നിങ്ങൾ എന്നെ പോറ്റിക്കോളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബത്തുന്നികൾ വെള്ളം പറഞ്ഞതാണ്, കദിസ്തഗാസബിക്കും ഫലം തുരീതു, നിങ്ങളോടൊരു സഹായം ചോദിച്ചിട്ട് നിങ്ങൾ സഹായം ചെയ്തിട്ടില്ല. നിങ്ങളെക്കാൾ കാരുണ്യം ചെയ്യാൻ ബന്ധപ്പെട്ട് ഞാനാണ്, ഞാൻ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. മുനാഫിക്കുകളെ മനസ്സിൽ നിന്ന് റഹ്മത്തിനെ അല്ലാഹു നീക്കിയതാണ്. മുഅ്മിനീകളെ മനസ്സിൽ അല്ലാഹു തആല അതിൽ കുടികൊള്ളിച്ചതാണ്. നിങ്ങളതെനിക്ക് വിൽക്കോ? ഓ വിൽക്കാം. 100 ദിർഹം കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയിട്ട് പറഞ്ഞു, അയ്യുഹൽ ഗരീർ ഇൻദലിഖ ഫഅൻത ഹുർറു ലിവജ്ഹില്ലാഹ്, ഒട്ടകമേ വിൽക്കോ, ഇതിനെ സ്വതന്ത്രമാക്കി വിട്ടു. ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്നു അതാ എന്തോ ഒരു ശബ്ദം, ഒരു ശബ്ദം ശബ്ദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് ആമീൻ പറഞ്ഞു. വീണ്ടും വീണ്ടും ശബ്ദിച്ചു, അപ്പോഴും അവിടുന്ന് ആമീൻ. വീണ്ടും ശബ്ദിച്ചു, അവിടുന്ന് ആമീൻ. 4ാമത് ശബ്ദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. ഫഖൽനാ ലഹു യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാ യഖൂലു ഹാദൽ ബഈർ, ഈ ഒട്ടകം പറയുന്നതെന്നാണ് നബിയേ? അവിടുന്ന് പറയുന്ന ആ ഒട്ടകം പറഞ്ഞത്, ജസാക്കല്ലാഹു അയ്യുഹൻ നബിയ്യു അനിൽ ഇസ്ലാമി വൽ ഖുർആനി ഖൈറാ, ഇസ്ലാമിന്റെ പേരിലും ഖുർആനിന്റെ പേരിലും അല്ലാഹ് അങ്ങേക്ക് വലിയ ഖൈറിന്റെ പ്രതിഫലം തരട്ടെ നബിയേ എന്ന് ഒട്ടകം പ്രാർത്ഥിച്ചു. ഫഖുൽതു ആമീൻ,
അപ്പൊ ഞാൻ ആമീൻ ചൊല്ലി. പണ്ഡിതന്മാരും തങ്ങന്മാരും ദ്വാരക്കുമ്പം വരെ ആമീൻ പറയാത്ത കമ്പനിയില്ലേ, ഹിബറല്ലേ, ഒട്ടകം ദ്വാരപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ചൊല്ലിയല്ലോ. രണ്ടാമത് സദാ പിന്നെ ആ ഒട്ടകം രണ്ടാമതെന്താ പ്രാർത്ഥിച്ചത്? സക്കനല്ലാഹു റൂബ ഉമ്മത്തിക യൗമൽ ഖിയാമത്തി കമാ സക്കൻത റൂബി. എന്റെ പേടിയും ബേജാറും തങ്ങൾ സമാധാനിപ്പിച്ചില്ല നബിയെ, അതുപോലെ തങ്ങളെ ഉമ്മത്തുകളുടെ പേടിയും ബേജാറും ഖിയാമത്ത് നാളിൽ അല്ലാഹു സമാധാനിപ്പിക്കട്ടെ എന്നൊട്ടകം പ്രാർത്ഥിച്ചപ്പോ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ ചൊല്ലി. മൂന്നാമതൊട്ടകം പ്രാർത്ഥിച്ചു ഹഖനല്ലാഹു ദിമാഅ ഉമ്മതിക മിൻ അദാഇഹാ കമാ തൻതദമി. എന്റെ ചോരയ്ക്ക് തങ്ങൾ കാവൽ നൽകി രക്ഷപ്പെടുത്തിയതുപോലെ അങ്ങയുടെ ഉമ്മത്തിന്റെ ചോര, അങ്ങയുടെ ഉമ്മത്തിന്റെ രക്തം ഒന്നടങ്കം ഇസ്ലാമിന്റെ വിരോധികൾ ഈ മുസ്ലിമീങ്ങളെ കൊന്നു നശിപ്പിച്ച് അങ്ങയുടെ ഉമ്മത്തിനെ നശിപ്പിക്കുന്നതിൽ അങ്ങയുടെ ഉമ്മത്തിന്റെ ചോര ഇസ്ലാമിന്റെ വിരോധികൾ കുത്തിയൊലിപ്പിച്ച് മുസ്ലിമീങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്നതിൽ നിന്ന് പടച്ചറബ് കാവൽ നൽകട്ടെ നബിയേ എന്ന് ദുആ ചെയ്തപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ ചൊല്ലി. മൂന്നാലാമത് ഒട്ടകമരട്ട ദുആ. അപ്പോഴാ ഞാൻ കരഞ്ഞത് ലാ ജഅലല്ലാഹു ബൈസഹാ ബൈനഹാ. തങ്ങളെ ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പില്ലാതെ ഐക്യത്തിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനമില്ലാതെ മുസ്ലിം സമുദായത്തിനെ പടച്ചവൻ ഐക്യത്തിലാക്കട്ടെ എന്നോട്ടകം പ്രാർത്ഥിച്ചപ്പോ ഞാൻ കരഞ്ഞു. കൊൽത്തു ഞാൻ പറഞ്ഞുപോയി ഹാദിഹി ഖിസാലുൻ സഅൽതു റബ്ബി ഫഅതാനിഹാ വമനഅനി ഹാദിഹി. ആദ്യം ഒട്ടകം പ്രാർത്ഥിച്ച 3 കാര്യവും ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയതാണ്. നാലാമത്തത് എനിക്ക് ഉത്തരം കിട്ടാത്തതാണ്. എന്റെ സമുദായം ഭിന്നിക്കാതിരിക്കൂല, തമ്മിൽ തല്ലാതിരിക്കൂല, തമ്മിൽ വാളെടുക്കാതിരിക്കൂല. എന്റെ സമുദായത്തിന്റെ നാശം നിങ്ങളെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ വേറെ തന്നെയാണ്. വാഖബർനി ജിബ്രീൽ വരില്ല. അല്ലാഹു തആല ജിബ്രീൽ ഉദ്ധരിച്ചിട്ട് എന്നോട് പറഞ്ഞു അലാ ഇന്ന ഫനാ ഉമ്മത്തിക ബിസ്സൈഫി. തങ്ങളുടെ ഉമ്മത്തിന്റെ നാശം അവര് പരസ്പരം വാളെടുത്തിട്ടാണ് നബിയേ. ജറൽ ഖലമു ബിമാ ഹുവ ഖായിറുൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സംഗതികളൊക്കെയും രേഖപ്പെടുത്തിപ്പോ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്. ഇന്നും നിങ്ങളൊന്ന് ചിന്തിക്കൂ മുസ്ലിമേ, അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ കണ്ടില്ലേ, അതേ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന് സംഘടിച്ച ഭീകരവാദികൾ അവസാനം പിന്നെ തീവ്രവാദികൾ പരസ്പരം തമ്മിലടിച്ച് കൊന്നു നശിച്ച് അവസാനം അവിടെയുള്ള സാധാരണക്കാരുടെ തലയിൽ വലിയ വലിയ ബോംബുകൾ കൊണ്ടുവന്ന്, മിസൈൽ കൊണ്ടുവന്ന് ജോർജ് ബുഷിന് പതിക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുത്തത് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികൾ പരസ്പരം തല്ലിയതുകൊണ്ടല്ലേ. ഇറാഖിൽ ജോർജ് ബുഷ് കൈവച്ചതും അതേ അവിടെ കൊല നടത്തുന്നതുമൊക്കെ അവിടെ സിയാ സുന്നി സംഘടനം കൊണ്ടല്ലേ. സുന്നത്ത് ജമാഅത്തിന് പുറത്തുപോയവർ അവിടെ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടല്ലേ. ഫലസ്തീൻ എടുത്താലും പാവപ്പെട്ട കുട്ടികളെ തലയിലേക്ക് ബോംബ് വന്ന് വീഴുന്നതിന്റെ കാരണം ഭിന്നിപ്പല്ലേ. സുന്നത്ത് ജമാഅത്തിൽ വ്യതിചലിച്ചു പോയിട്ട് അല്ലാഹുവിന്റെ ദീൻ മാറ്റിമറിക്കുന്ന കക്ഷികൾ, സഹാബത്തിനെയും റസൂലുള്ളാഹിയെയും തള്ളിപ്പറയുന്ന കക്ഷികൾ, ഇമാമികളെ തള്ളിപ്പറയുന്ന കക്ഷികൾ, ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ചെറുപ്പക്കാർക്ക് ഹരിസം കൂട്ടി എന്നിട്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി പരസ്പരം തല്ലിയിട്ട് ഓരോ രാജ്യത്തുമുള്ള മുസ്ലിമീങ്ങൾ അവരുടെ മേൽ ഇസ്ലാമിന്റെ മധ്യശത്രുക്കളായ ജൂതന്മാർക്കും അവർക്ക് ശിങ്കിടി പാടുന്നവർക്കും ഒത്താശ ചെയ്യുന്ന രാഷ്ട്രത്തലവന്മാർക്കും സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ശിയാക്കളും അതുപോലുള്ള കക്ഷികളല്ലേ. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സമുദായത്തെ ഓരോ പ്രദേശത്തും കൊണ്ടുപോകാൻ ഒരൽപ്പവും വിശ്വാസമില്ലാത്ത മൗലവിമാർ പിന്നാമ്പുറത്ത് നിന്ന് തിരികെത്തിയിട്ട് ഭീകര പ്രസ്ഥാനത്തിലേക്ക് ജിഹാദ് എന്ന പേരും പറഞ്ഞ് ചെറുപ്പക്കാരെ ക്ഷണിക്കുന്നു. അതിലൊന്നും പൊട്ടുപോകാതെ
സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ തുറച്ചു നിന്നിട്ട് ഈമാനിന്റെ വെളിച്ചത്തോടെ മരിക്കണമെന്ന് ചിന്തിക്കണേ മുസ്ലിമേ. بعير يستكي جور أهله إليه فأسقاه فعوفه مجدنا. കംപ്ലൈന്റ് പറഞ്ഞ ഒട്ടകത്തിന് സഹായം നൽകി രക്ഷപ്പെടുത്തിയ നേതാവില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ, അവിടുത്തെ മദ്ഹ് പറയൂ, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കൂ, ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കൂ, അവിടുന്ന് നിർബന്ധമാക്കി 5 വക്തുകളാകാതെ നിസ്കരിക്കൂ. ചെറുപ്പക്കാരെ കള്ളുകുടി എന്നാവല്ല, കഞ്ചാവുകാരനാകണ്ട, ഈ ഹറാമിലേക്ക് നോക്കണ്ട, ചിന്തിക്കണ്ട. പടച്ചവന് തകവതയിൽ ജീവിച്ചാൽ അള്ള നമുക്ക് ഇസ്സത്ത് തരും, അള്ള നമുക്ക് കാവൽ തരും. മേലോട്ടം വഹിക്കാൻ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനതിലേക്കൊന്നും ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് വന്നു പോയപ്പോ അതേ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമല്ലേ സ്വപ്നത്തിൽ കണ്ടില്ലേ ഉമറേ എന്തേ നീ ആ കാര്യം ചെയ്തതെന്ന് ചോദിച്ചില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ജീവിതത്തിൽ അത് ചെയ്തിട്ടില്ല. ഖബറിൽ കിടക്കുന്ന സമയത്തും ഉമ്മത്തിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് മജ്മഉസ്സവായിൽ ഹദീസ് കണ്ടില്ലേ മുഅ്മിനീങ്ങളെ? ഞാനിപ്പോ പറഞ്ഞ ഒട്ടകത്തിന്റെ ഹദീസ് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കണ്ടില്ലേ? മഹാന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും ഫുഖഹാക്കളും ആലിമീങ്ങളും പഠിപ്പിച്ച വഴി അതാണ് ദീനുൽ ഇസ്ലാമിന്റെ വഴി. ആ വഴി പിന്തുടർന്ന് ഈമാനോടെ മരിക്കണമെന്ന ആഗ്രഹത്തോടെ ദീനിനു വേണ്ടി പരിശ്രമം നടത്തണം. അതാണ് ഈ ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങളും സ്വഭാവം നന്നാക്കണം. അബൂ ഹനീഫ റളിയല്ലാഹു ചരിത്രം ഞാൻ പറഞ്ഞില്ലേ, എതിരാളികൾ നന്നാകാൻ നല്ല ഭാഷയിൽ തെളിവുകൾ പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ഈ സംസാരിക്കുന്ന നാവിനെ കുറിച്ചൊരു ചോദ്യമുണ്ടല്ലോ. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന എനിക്കൊരു യാത്രയുണ്ടല്ലോ, നിങ്ങൾക്കൊരു യാത്രയുണ്ടല്ലോ. ആ യാത്ര ചിന്തിച്ചുകൊണ്ടാകണം ജീവിതമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണം റഹ്മാനേ.